എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും, ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ. കൊച്ചി നഗരം കനത്ത മഴയിൽ മുങ്ങിയിരിക്കുന്നു. സമയം പുലർച്ചെ 2 മണി. ഇടപ്പള്ളി ബൈപ്പാസിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സിദ്ധാർത്ഥ് മാധവ്. കയ്യിലെ കറുത്ത കോഫി കപ്പിൽ നിന്നും ആവി ഉയരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി കാര്യമായ കേസുകളൊന്നുമില്ലാതെ സമാധാനപരമായി പോവുകയായിരുന്നു. എന്നാൽ ആ സമാധാനം അധിക നേരം നീണ്ടു നിന്നില്ല. പോക്കറ്റിലിരുന്ന ഒഫീഷ്യൽ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരാണ്. യെസ് സാർ, സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ്, ഉടൻ തന്നെ ലേക്ക് ആശുപത്രി വരെ ഒന്ന് പോകണം. മരിച്ചത് മറ്റാരുമല്ല, പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ് ഉടമ മാധവൻ തമ്പി. കമ്മീഷണറുടെ ശബ്ദത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. മാധവൻ തമ്പിയോ? അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ സാർ. ഹാർട്ട് അറ്റാക്ക് ആണോ? സിദ്ധാർത്ഥ് ചോദിച്ചു. പ്രാഥമികമായി ഡോക്ടർ പറയുന്നത് അമിതമായി ഇൻസുലിൻ കാരണമുണ്ടായ ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴ്ന്നുപോയി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നാണ്. അദ്ദേഹം തീവ്രമായ പ്രമേഹ ബാധിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ വിനയ് തമ്പി ഇതിൽ ദുരൂഹത ആരോപിക്കുന്നു. മരണം നടക്കുമ്പോൾ മാധവൻ തമ്പി മാത്രമായിരുന്നു റൂമിൽ. സിദ്ധാർത്ഥ്, നേരിട്ട് ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എടുക്കൂ. മീഡിയ അറിയരുത്. കമ്മീഷണർ ഫോൺ കട്ട് ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് സിദ്ധാർത്ഥ് തന്റെ ഔദ്യോഗിക ജീപ്പിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു. മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. ജീപ്പിന്റെ വൈപ്പറുകൾ വേഗത്തിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. മെഡിക്കൽ കേസുകളിൽ സിദ്ധാർത്ഥിന് എപ്പോഴും ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. കാരണം സാധാരണ കൊലപാതകങ്ങളെ പോലെ കത്തിയും തോക്കും ചോരയും ഇവിടെ കാണില്ല. എല്ലാം വളരെ ക്ലീനായിരിക്കും, എന്നാൽ അതിമാരകവും. ആശുപത്രിയുടെ 4ാം നിലയിലെ സ്പെഷ്യൽ റൂമിന്റെ മുന്നിൽ പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അകത്തേക്ക് നടന്നു. മാധവൻ തമ്പിയുടെ ജീവനറ്റ ശരീരം ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. മുഖത്ത് ശാന്തതയുണ്ടായിരുന്നു, ഒരു ഉറക്കത്തിൽ എന്ന പോലെ. മകൻ വിനയ് തമ്പി ഒരു വശത്ത് തലയിൽ കൈവച്ചിരിക്കുന്നു. സിദ്ധാർത്ഥ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആനന്ദിനെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് ഡോക്ടർ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തമ്പി സാർ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ അഡ്മിറ്റാണ്. റുട്ടീൻ ചെക്കപ്പിന് വന്നതാണ്. രാത്രി 12 മണിക്ക് സിസ്റ്റർ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം സുഖമായി ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഒന്നിന് റൗണ്ട്സിന് വന്ന നഴ്സ് കണ്ടത് അദ്ദേഹത്തിന്റെ ശരീരം തണുത്തു വിറച്ച് കട്ടിലിൽ കിടക്കുന്നതാണ്. ഉടൻ തന്നെ ICUയിലേക്ക് മാറ്റിയെങ്കിലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരുന്നു. ബോഡിയിൽ ഷുഗർ ലെവൽ വെറും 20 mg മാത്രമായിരുന്നു. ഡോക്ടർ വിശദീകരിച്ചു. അദ്ദേഹം ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ബെഡിന്റെ അരികിലേക്ക് നടന്നു. ഉണ്ട്. അദ്ദേഹത്തിന്റെ വയറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണം കണ്ടോ? ഇതാണ് ഇൻസുലിൻ പമ്പ്. ശരീരത്തിലെ ഷുഗർ ലെവൽ അനുസരിച്ച് ഇത് സ്വയം കൃത്യമായ അളവിൽ ഇൻസുലിൻ നൽകിക്കൊള്ളും. മാനുവലായി ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. വളരെ ലേറ്റസ്റ്റ് സാങ്കേതിക വിദ്യയാണ്. ഡോക്ടർ മാധവൻ തമ്പിയുടെ വയറിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഒരു ചെറിയ മൊബൈൽ ഫോണിന്റെ വലിപ്പമുള്ള ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ചെറിയ ട്യൂബ് വയറിലെ ചർമ്മത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. സിദ്ധാർത്ഥ് ആ ഉപകരണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ചില അക്കങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ഈ മെഷീനിൽ എന്തെങ്കിലും തകരാർ വരാൻ സാധ്യതയുണ്ടോ? അതായത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇൻസുലിൻ ഇത് സ്വയം നൽകുമോ? സിദ്ധാർത്ഥിന്റെ ചോദ്യം കൃത്യമായിരുന്നു. സാധാരണ ഇതിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ളതാണ്. എന്നാൽ മെഷീൻ കംപ്ലൈന്റ് ആയാൽ ചിലപ്പോൾ വരാം. പക്ഷേ ഈ ബ്രാൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒന്നാണ്, ഡോക്ടർ പറഞ്ഞു. സിദ്ധാർത്ഥ് വിനയ് തമ്പിയുടെ അടുത്തേക്ക് ചെന്നു. വിനയ്, നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? വിനയ് സിദ്ധാർത്ഥിന്റെ കൈകളിൽ പിടിച്ചു. സാർ, ഇന്നലെ വൈകുന്നേരം അച്ഛൻ എന്നോട് സംസാരിച്ചതാണ്. ബിസിനസ്സിലെ ചില പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അച്ഛന് ശത്രുക്കൾ ഒരുപാടുണ്ട്. ആരും അച്ഛൻ്റെ ഇൻസുലിൻ മാറ്റി നൽകിയതോ മറ്റോ ആണ്. ഇത് സ്വാഭാവിക മരണമല്ല. സിദ്ധാർത്ഥ് റൂമിലേക്ക് കണ്ണോടിച്ചു. ജനലുകൾ അടച്ചിട്ടിരിക്കുന്നു. എയർ കണ്ടീഷണറിന്റെ നേർത്ത ശബ്ദം മാത്രം. റൂമിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രധാന വാതിൽ മാത്രമാണുള്ളത്. പുറത്ത് CCTV ക്യാമറയുമുണ്ട്. നഴ്സല്ലാതെ മറ്റാരും രാത്രി ആ റൂമിലേക്ക് പോയിട്ടില്ലെന്ന് പ്രാഥമിക വിവരം. സിദ്ധാർത്ഥ് തന്റെ ഫോണെടുത്ത് ക്രൈംബ്രാഞ്ചിലെ വിശ്വസ്തനായ സൈബർ സെൽ ഓഫീസർ ഹരിയെ വിളിച്ചു. ഹരി, ഉടൻ തന്നെ ലേക്ക് ആശുപത്രിയിലേക്ക് വാ. ഒരു ഇൻസുലിൻ പമ്പ് പരിശോധിക്കാനുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കണം. ഹരി അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എത്തിച്ചേർന്നു. അവൻ ആ ഇൻസുലിൻ പമ്പ് സൂക്ഷ്മമായി പരിശോധിച്ചു. അതിലെ ലോഗ് ഡേറ്റ തന്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കിയ ഹരിയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. അവൻ സിദ്ധാർത്ഥിനെ ദൂരേക്ക് മാറ്റി വിളിച്ചു. എന്താ ഹരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. സാർ, ഇത് മെഷീനിന്റെ കംപ്ലൈന്റ് അല്ല. രാത്രി കൃത്യം 12:30 ഈ ഇൻസുലിൻ പമ്പിലേക്ക് ഒരു എക്സ്റ്റേണൽ കമാൻഡ് വന്നിട്ടുണ്ട്. നോർമൽ ഡോസ് 2 യൂണിറ്റ് ആയിരുന്നു. അതിന്റെ സ്ഥാനത്ത് ഒറ്റയടിക്ക് 50 യൂണിറ്റ് ഇൻസുലിൻ ബോഡിയിലേക്ക് പുഷ് ചെയ്യാൻ ആരോ ഓർഡർ നൽകിയിരിക്കുന്നു. ഇതാണ് ഷുഗർ ലെവൽ പെട്ടെന്ന് 0ലേക്ക് എത്തിച്ചത്. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. അപ്പോൾ ആരോ മെഷീൻ മാറ്റി സെറ്റ് ചെയ്തതാണോ? നേഴ്സാണോ? അല്ല സാർ, അതാണ് ഇതിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഈ മെഷീൻ ബ്ലൂടൂത്ത് വഴിയും വൈഫൈ വഴിയും മൊബൈൽ ആപ്പുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈ കമാൻഡ് വന്നിരിക്കുന്നത് ആശുപത്രിക്ക് പുറത്തുള്ള ഒരു IP അഡ്രസ്സിൽ നിന്നാണ്.
അതായത് സാർ, ആരോ ദൂരെ ഇരുന്ന് ഈ ഇൻസുലിൻ പമ്പ് ഹാക്ക് ചെയ്തിരിക്കുന്നു. ഇതൊരു ഡിജിറ്റൽ കൊലപാതകമാണ് സാർ. ഹരി ലാപ്ടോപ്പ് സ്ക്രീൻ സിദ്ധാർത്ഥിന്റെ നേരെ തിരിച്ചു. സിദ്ധാർത്ഥ് സ്ക്രീനിലേക്ക് നോക്കി. അവിടെ ചുവന്ന അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അൺഓതറൈസ്ഡ് ആക്സസ് ഡിറ്റക്റ്റഡ് ഓവർഡോസ്. മഴയുടെ ശബ്ദത്തിന്റെ ഇടയിലും സിദ്ധാർത്ഥിന്റെ കാതുകളിൽ ആ വാക്കുകൾ മുഴങ്ങി. മെഡിക്കൽ സയൻസിനെയും ഇൻഫർമേഷൻ ടെക്നോളജിയെയും കൂട്ടുപിടിച്ച് കേരളത്തിൽ പുതിയ തരം കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമായിരിക്കുന്നുവെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കി. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യ സൂചനയായിരുന്നു മാധവൻ തമ്പിയുടെ മരണം. പുലർച്ചെ 4:30 കഴിഞ്ഞിട്ടും ലേക്ക് ആശുപത്രിയിലെ ആ പ്രത്യേക റൂമിൽ കനത്ത നിശബ്ദതയായിരുന്നു. സൈബർ സെൽ ഓഫീസർ ഹരിയുടെ ലാപ്ടോപ്പ് സ്ക്രീനിലെ ആ ചുവന്ന അക്ഷരങ്ങൾ അൺഓതറൈസ്ഡ് ആക്സസ് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഒരു മെഡിക്കൽ ഗാഡ്ജറ്റ് ദൂരെ ഇരുന്ന് ഹാക്ക് ചെയ്ത ഒരാളെ കൊല്ലുക. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്രൈം പാറ്റേൺ. സിദ്ധാർത്ഥ് തന്റെ താടി തടവിക്കൊണ്ട് ആലോചിച്ചു. ഹരി, ഈ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഹരി കീബോർഡിൽ വിരലുകൾ വേഗത്തിൽ ചലിപ്പിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ നിരാശയോടെ തലയാട്ടി. ബുദ്ധിമുട്ടാണ് സാർ. വില്ലൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു VPN ആണ്. പ്രോക്സി സെർവറുകൾ വഴി ലൊക്കേഷൻ മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ കാണിക്കുന്നത് റഷ്യയിലെ ഏതോ ഒരു ഡെഡ് സെർവറാണ്. പക്ഷേ ഒന്നുറപ്പാണ്, ഈ ഇൻസുലിൻ പമ്പിന്റെ കൃത്യമായ മോഡൽ നമ്പറും മാധവൻ തമ്പിയുടെ ഹോസ്പിറ്റൽ വൈഫൈ നെറ്റ്വർക്കും അറിയാവുന്ന ആരോ ഒരാളാണ് ഇതിന്റെ പിന്നിൽ. ഇൻസൈഡർ ഹെൽപ്പില്ലാതെ ഇത് നടക്കില്ല. സിദ്ധാർത്ഥ് ഉടൻ തന്നെ തിരിഞ്ഞ് ഡോക്ടർ ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ ഭയന്ന് വിറച്ച് നിൽക്കുകയായിരുന്നു. തന്റെ കൺമുന്നിൽ വെച്ചാണ് ഇത്രയും വലിയൊരു മെഡിക്കൽ കൊലപാതകം നടന്നിരിക്കുന്നത്. ഡോക്ടർ ആനന്ദ്, മാധവൻ തമ്പി ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്ന വിവരവും അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ പ്രത്യേക ഇൻസുലിൻ പമ്പാണെന്ന വിവരവും ഡിപ്പാർട്ട്മെന്റിൽ ആർക്കൊക്കെ അറിയാം? സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞു. സാർ, അത് ഞങ്ങളുടെ ആശുപത്രിയിൽ ഡാറ്റാബേസിൽ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഇത് ആക്സസ് ചെയ്യാം. കൂടാതെ ഫാർമസിയിലും ഈ വിവരമുണ്ടാകും. ശരി, ബോഡി ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. സാധാരണ ഡെത്തായി ഇത് കാണിക്കരുത്. ഞാൻ കമ്മീഷണറോട് സംസാരിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചീഫ് ഫോറൻസിക് സർജൻ ഡോക്ടർ രാധികയെ ഈ ഡ്യൂട്ടി ഏൽപ്പിക്കാം. വളരെ സൈലന്റ് ആയിരിക്കണം കാര്യങ്ങൾ. സിദ്ധാർത്ഥ് നിർദ്ദേശം നൽകി. അടുത്ത ദിവസം രാവിലെ 11 മണി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് പുറത്ത് സിദ്ധാർത്ഥ് കാത്തു നിൽക്കുകയായിരുന്നു. പുറത്ത് മഴ അല്പം കുറവുണ്ട്. ഒരു സിഗരറ്റ് കത്തിക്കാനായി പോക്കറ്റിൽ കൈയിട്ട സിദ്ധാർത്ഥ് പെട്ടെന്ന് എന്തോ ഓർത്ത് കൈ പിൻവലിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുകവലി പൂർണ്ണമായി നിർത്താൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് മോർച്ചറിയുടെ കതക് തുറന്ന് ഡോക്ടർ രാധിക പുറത്തേക്ക് വന്നത്. പ്രായത്തിന്റെ പക്വതയുള്ള ഫോറൻസിക് രംഗത്ത് വർഷങ്ങളുടെ പരിചയസമ്പന്നയായ ലേഡി ഓഫീസർ. സിദ്ധാർത്ഥ്, അകത്തേക്ക് വരൂ, രാധിക മാസ്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അവരുടെ ചേംബറിലേക്ക് നടന്നു. രാധിക കമ്പ്യൂട്ടറിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഡ്രാഫ്റ്റ് ഓപ്പൺ ചെയ്തു. സിദ്ധാർത്ഥ്, നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. ഇതൊരു സ്വാഭാവിക മരണമല്ല. ഹൃദയാഘാതമുണ്ടായത് ഇൻസുലിൻ ഓവർഡോസ് കാരണമാണ്. രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് അതിവേഗം കുറഞ്ഞപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിൽക്കുകയും തൽക്ഷണം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്തു. രാധിക വിശദീകരിച്ചു. അതിൽ പുതുതായി എന്തെങ്കിലും തെളിവ് കിട്ടിയോ മാഡം? അതാണ് വരാൻ പോകുന്നത്. ഇൻസുലിൻ പമ്പ് വഴി ശരീരത്തിലേക്ക് 50 യൂണിറ്റ് ഇൻസുലിൻ പോയി എന്ന് നിങ്ങളുടെ സൈബർ ടീം കണ്ടെത്തിയല്ലോ. എന്നാൽ ഞാൻ ബോഡി പരിശോധിച്ചപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി കണ്ടെത്തി. മാധവൻ തമ്പിയുടെ കഴുത്തിന്റെ പിൻഭാഗത്ത് മുടിയുടെ തൊട്ടു താഴെയായി വളരെ നേർത്തൊരു സൂചിപ്പാടുണ്ട്. ഒരു സാധാരണ ഡോക്ടർക്ക് പോലും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തത്ര നേർത്തത്. കഴുത്തിന്റെ പിൻഭാഗത്തോ? അപ്പോൾ ഇൻസുലിൻ പമ്പ് വഴി മാത്രമല്ലേ ശരീരത്തിലേക്ക് എത്തിയത്? സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു. അല്ല സിദ്ധാർത്ഥ്, ഇൻസുലിൻ പമ്പ് ഹാക്ക് ചെയ്തത് ഒരു പുകമറ മാത്രമാണ്. പമ്പ് വഴി പോയത് 50 യൂണിറ്റ് ഇൻസുലിനാണ്. അത് മാധവൻ തമ്പിയെപ്പോലെ കഠിനമായ പ്രമേഹമുള്ള ഒരാളെ പെട്ടെന്ന് കൊല്ലാൻ പര്യാപ്തമല്ലായിരിക്കാം. അത് മനസ്സിലാക്കിയ വില്ലൻ റൂമിൽ അതിക്രമിച്ചു കയറി നേരിട്ട് കഴുത്തിലൂടെ മറ്റൊരു മാരകമായ കെമിക്കൽ കൂടി കുത്തിവെച്ചിട്ടുണ്ട്. പൊട്ടാസ്യം ക്ലോറൈഡ്, അല്ലെങ്കിൽ സമാനമായി എന്തോ ഒന്ന്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിർത്തലാക്കും. ഇൻസുലിൻ ഓവർഡോസ് കാരണം മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ പമ്പ് ഹാക്ക് ചെയ്തു. എന്നാൽ യഥാർത്ഥ മരണം നടന്നത് ഈ ഇഞ്ചക്ഷൻ വഴിയാണ്. രാധിക ലാപ്ടോപ്പിലെ ക്ലോസപ്പ് ചിത്രം കാണിച്ചു തന്നു. സിദ്ധാർത്ഥിന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. വില്ലൻ അതിസമർത്ഥനാണ്. ഡിജിറ്റൽ ക്രൈമും ഫിസിക്കൽ ക്രൈമും ഒരേ സമയം ലയിപ്പിച്ചിരിക്കുന്നു. ഒരു ബാക്കപ്പ് പ്ലാൻ പോലെയാണ് കഴുത്തിൽ ഇഞ്ചക്ഷൻ നൽകിയിരിക്കുന്നത്. പക്ഷേ മാഡം, റൂമിന്റെ പുറത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. നഴ്സല്ലാതെ മറ്റാരും അകത്തേക്ക് പോയിട്ടില്ലെന്നാണ് സെക്യൂരിറ്റി ലോഗ് പറയുന്നത്. സിദ്ധാർത്ഥ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ നഴ്സിനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട്. രാധിക മുന്നറിയിപ്പ് നൽകി. അന്നുച്ചയ്ക്ക് 2 മണിക്ക് സിദ്ധാർത്ഥ് വീണ്ടും ലേക്ക് ആശുപത്രിയിലേക്ക് എത്തി. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് സുജാതയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. പേടിച്ചു വരച്ചാണ് സുജാത സിദ്ധാർത്ഥിന്റെ മുന്നിലിരുന്നത്. സുജാത, രാത്രി 12 മണിക്കും 1 മണിക്കും ഇടയിൽ നിങ്ങൾ എത്ര തവണ മാധവൻ തമ്പിയുടെ റൂമിൽ പോയി? സിദ്ധാർത്ഥ് ശാന്തമായി ചോദിച്ചു. ഞാൻ 12:30 ഒരു തവണ പോയി സാർ.
അപ്പോൾ അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ 1 മണിക്കാ സാർ പോയത്. അപ്പോഴേക്കും സുജാത കരയാൻ തുടങ്ങി. 12:30 നിങ്ങൾ പോയപ്പോൾ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ആ ഫ്ലോറിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുജാത പെട്ടെന്ന് എന്തോ ഓർത്തു. പക്ഷേ എന്താ സുജാത, വ്യക്തമായി പറയൂ. ഇതൊരു കൊലപാതക കേസാണ്. നിങ്ങൾ ഒളിച്ചു വെക്കുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കും. സിദ്ധാർത്ഥിന്റെ ശബ്ദം കർക്കശമായി. സാർ, ഞാൻ 12:30 റൂമിൽ നിന്നിറങ്ങി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ലിഫ്റ്റിന്റെ ഭാഗത്ത് നിന്നും PPE കിറ്റ് ധരിച്ച ഒരാൾ വരുന്നത് കണ്ടു. ICUവിലെ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. മുഖം പൂർണ്ണമായും മറച്ചിരുന്നു. അയാൾ തമ്പിസാറിന്റെ റൂമിന്റെ ഭാഗത്തേക്കാണ് നടന്നത്. സുജാത പറഞ്ഞു നിർത്തി. സിദ്ധാർത്ഥ് ഉടൻ തന്നെ ഫോണെടുത്ത് ഹരിയെ വിളിച്ചു. ഹരി, ആശുപത്രിയിൽ ഇന്നലത്തെ CCTV ദൃശ്യങ്ങൾ മുഴുവനും ഒന്നുകൂടി പരിശോധിക്കണം. രാത്രി 12:20-നും 1-നും ഇടയിൽ PPE കിറ്റ് ധരിച്ച ആരെങ്കിലും 4ാം നിലയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതും ഹരിയുടെ വിളി വന്നു. സാർ, ഞാൻ ആ സമയത്തെ ദൃശ്യങ്ങൾ വീണ്ടും നോക്കി. സുജാത പറയുന്ന അങ്ങനെ ഒരാൾ CCTVയിലില്ല. സുജാത റൂമിൽ നിന്നും ഇറങ്ങുന്നതും നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും കൃത്യമായി കാണാം. പക്ഷേ ആ PPE കിറ്റ് ധരിച്ച ആരും ആ ഫ്ലോറിലേക്ക് വന്നിട്ടേ ഇല്ല സാർ. സിദ്ധാർത്ഥ് സ്തംഭിച്ചു പോയി. സുജാത കള്ളം പറയുകയാണോ അതോ CCTV ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണോ? അവൻ ഹരിയോട് പറഞ്ഞു. ഹരി, ആ CCTV ഫുട്ടേജിന്റെ ഒറിജിനൽ ഫയൽ സൈസ് ചെക്ക് ചെയ്യേ. എവിടെയെങ്കിലും ഒരു ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്ക്. കുറച്ച് നിമിഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം ഹരിയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടു. അതിൽ ഭയം കലർന്നിരുന്നു. സാർ, ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. രാത്രി 12:30-നും 12:40-നും ഇടയിലുള്ള കൃത്യം 8 മിനിറ്റിലെ ദൃശ്യങ്ങൾ ഒരു ലൂപ്പാണ്. അതായത് പഴയ ഏതോ ദൃശ്യങ്ങൾ ആ 8 മിനിറ്റിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നു. യഥാർത്ഥ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സാർ. സിദ്ധാർത്ഥ് സുജാതയെ നോക്കി. അവൾ കള്ളം പറഞ്ഞതല്ല. ആ 8 മിനിറ്റിനുള്ളിലാണ് ആ നിഗൂഢ രൂപം അകത്ത് കയറി മാധവൻ തമ്പിയുടെ കഴുത്തിൽ മാരകമായ ഇഞ്ചക്ഷൻ നൽകിയത്. ഒരേ സമയം ആശുപത്രി വൈഫൈ വഴി ഇൻസുലിൻ പമ്പ് ഹാക്ക് ചെയ്യുകയും ആശുപത്രി സെർവർ ഹാക്ക് ചെയ്ത് CCTV ദൃശ്യങ്ങൾ മാറ്റി എഴുതുകയും ചെയ്ത ഒരു അദൃശ്യ ശത്രു. കേരള പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊച്ചി നഗരത്തിന്റെ ഇരുളിലിരുന്ന് ആരൊരാൾ ഈ കളികളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ആ സമയത്താണ് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു SMS വന്നത്. സിദ്ധാർത്ഥ് ഫോൺ തുറന്നു നോക്കി. അതിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഒന്നാമത്തേത് മാത്രം. അടുത്തയാൾ റെഡിയാണ്. തടയാൻ നോക്കൂ, DYSP സിദ്ധാർത്ഥ്. ഇതൊരു സാധാരണ കൊലപാതകയല്ല. പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ ആസൂത്രിതമായി നീങ്ങുന്ന ഒരു സംഘമാണ് ഇതിന്റെ പിന്നിൽ. സിദ്ധാർത്ഥ് ഉടൻ തന്നെ ആ നമ്പർ സൈബർ സെല്ലിന് കൈമാറി. എന്നാൽ പതിവ് പോലെ അതൊരു വ്യാജ IDയിലെടുത്ത പ്രീപെയ്ഡ് സിം കാർഡാണെന്നും സന്ദേശം വന്നതിന്റെ തൊട്ടു പിന്നാലെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതായും ഹരി കണ്ടെത്തി. ടവർ ലൊക്കേഷൻ കാണിച്ചത് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗമായ കലൂരിലാണ്. കനത്ത മഴയിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും ഒരാളെ കണ്ടെത്തുക അസാധ്യമായിരുന്നു. സിദ്ധാർത്ഥ് കമ്മീഷണർ ഓഫീസിൽ അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തു. മാധവൻ തമ്പിയുടെ മരണം കൊലപാതകമാണെന്ന വിവരം അതീവ രഹസ്യമായി വെക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ബിസിനസ് ലോകത്ത് വലിയ സ്വാധീനമുള്ള ഒരാളുടെ മരണം ഒരു മെഡിക്കൽ ഹാക്കിംഗ് മൂലമാണെന്ന് പുറത്തറിഞ്ഞാൽ അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും. സിദ്ധാർത്ഥ്, എന്താണ് നിന്റെ അടുത്ത പ്ലാൻ? കമ്മീഷണർ വിനയചന്ദ്രൻ ചോദിച്ചു. സാർ, കൊലയാളി പറഞ്ഞത് അടുത്ത ഇര റെഡിയാണെന്നാണ്. അവന്റെ പാറ്റേൺ അനുസരിച്ച് അടുത്ത ആളും കൊച്ചിയിലെ ഏതെങ്കിലും പ്രമുഖ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന വലിയൊരു VIP ആയിരിക്കാൻ സാധ്യതയുണ്ട്. നഗരത്തിലെ എല്ലാ പ്രധാന ആശുപത്രികളിലെയും IT സെർവറുകളും സുരക്ഷിതമാക്കാൻ നമ്മൾ നിർദ്ദേശം നൽകണം. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളായ VIP-കളുടെ വിവരങ്ങൾ. സിദ്ധാർത്ഥ് തന്റെ നിഗമനം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങൾ കനത്ത ജാഗ്രതയിലായിരുന്നു. കൊച്ചിയിലെ പ്രധാന 5 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെയും സെർവറുകളിൽ സൈബർ സെൽ നിരീക്ഷണം ശക്തമാക്കി. എന്നാൽ വില്ലം പോലീസിനേക്കാൾ 2 അടി മുന്നിലായിരുന്നു. 4ാം ദിവസം പുലർച്ചെ 3 മണി കൊച്ചിയിലെ പ്രശസ്തമായ ആക്സ് ആശുപത്രിയിൽ നിന്നും കൺട്രോൾ റൂമിലേക്ക് ഒരു അടിയന്തര സന്ദേശം വന്നു. 4ാം നിലയിലെ VIP സ്യൂട്ടിൽ അഡ്മിറ്റായിരുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കൃഷ്ണകുമാർ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. വിവരമറിഞ്ഞ് 10 മിനിറ്റിന്റെയും സിദ്ധാർത്ഥും ഹരിയും സംഭവസ്ഥലത്ത് കുതിച്ചെത്തി. ആശുപത്രി മുറിയിൽ ജസ്റ്റിസ് കൃഷ്ണകുമാറിന്റെ ശരീരം നിശ്ചലമായി കിടക്കുകയായിരുന്നു. സിദ്ധാർത്ഥ ആദ്യം തന്നെ നോക്കിയത് അദ്ദേഹത്തിന്റെ വയറിലേക്കാണ്. അവിടെ മാധവൻ തമ്പി ഉപയോഗിച്ച അതേ കമ്പനിയുടെ അതേ ലേറ്റസ്റ്റ് മോഡൽ ഇൻസുലിൻ പമ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹരി, ലോഗ് ഡേറ്റ ചെക്ക് ചെയ്യേ. സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ ദേഷ്യവും നിരാശയും കലർന്നിരുന്നു. ഹരി വേഗത്തിൽ തന്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തു. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അവന്റെ മുഖം കൂടുതൽ ഇരുണ്ടു. അതെ സാർ, കൃത്യം 1:45 ഈ പമ്പിലേക്ക് പുറത്തു നിന്നും കമാൻഡ് വന്നിട്ടുണ്ട്. ഓവർഡോസ് ഇൻസുലിൻ ബോഡിയിലേക്ക് പുഷ് ചെയ്തിരിക്കുന്നു. തമ്പിസാറിന്റെ കേസിന് സമാനമായ രീതി. സിദ്ധാർത്ഥ് ബോഡിയുടെ കഴുത്തിന്റെ പിൻഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചു. തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് അവൻ നോക്കി. അതാ, അവിടെയും മുടിയുടെ തൊട്ടു താഴെയായി വളരെ നേർത്തൊരു സൂചിപ്പാട്. രാധിക മേഡം പറഞ്ഞത് കൃത്യമാണ്. ഇവൻ ഒരേ പാറ്റേണിലാണ് കൊലപാതകങ്ങൾ നടത്തുന്നത്. ഹാക്ക് ചെയ്യുന്നത് ഒരു പുകമറയാണ്. യഥാർത്ഥ കൊലപാതകം നടക്കുന്നത് ഈ ഇഞ്ചക്ഷൻ വഴിയാണ്.
സിദ്ധാർത്ഥ് പല്ലിറുമി. പക്ഷേ സാർ, ഈ ഫ്ലോറിലെ സെർവർ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. വില്ലൻ എങ്ങനെ അകത്ത് കയറി? ഹരി അത്ഭുതത്തോടെ ചോദിച്ചു. നമ്മൾ ആശുപത്രിയുടെ പ്രധാന വൈഫൈ നെറ്റ്വർക്കാണ് നിരീക്ഷിച്ചത് ഹരി. വില്ലൻ അതിലൂടെയല്ല കയറിയത്. സിദ്ധാർത്ഥ് റൂമിന്റെ ഒരു വശത്തിരുന്ന ഒരു ചെറിയ ഉപകരണത്തിലേക്ക് വിരൽ ചൂണ്ടി. അതൊരു അത്യാധുനിക എയർ പ്യൂരിഫയർ ആയിരുന്നു. പേഷ്യന്റിന് ശുദ്ധവായു നൽകാൻ കുടുംബം വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഈ എയർ പ്യൂരിഫയറിന് ബ്ലൂടൂത്ത് സ്മാർട്ട് ഫീച്ചറുകളുണ്ട്. ഇതിലേക്ക് ആശുപത്രിയുടെ പുറത്തു നിന്നും ബ്ലൂടൂത്ത് റേഞ്ചിൽ ഇരുന്നു കൊണ്ട് വില്ലൻ കണക്ട് ചെയ്തു. അതിനുശേഷം ഈ ഡിവൈസ് വഴി റൂമിലെ ലോക്കൽ നെറ്റ്വർക്കിലേക്ക് ഒരു ബാക്ക് ഡോർ ഉണ്ടാക്കി ഇൻസുലിൻ പമ്പ് ഹാക്ക് ചെയ്തു. ആശുപത്രിയുടെ പ്രധാന ഫയർവാൾ നമ്മൾ ശക്തമാക്കിയപ്പോൾ അവൻ പേഷ്യന്റിന്റെ സ്വന്തം ഉപകരണത്തെ ഒരു പാലമായി ഉപയോഗിച്ചു. സിദ്ധാർത്ഥ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ നേരെ മുന്നിലായി വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. കനത്ത മഴയത്ത് അവിടെ ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. കൊലയാളി ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഏതോ ഒരു കാറിലിരുന്നാണ് ഈ ബ്ലൂടൂത്ത് ഹാക്കിംഗ് നടത്തിയത്. അതിനുശേഷം PPE കിറ്റ് ധരിച്ച് CCTV ലൂപ്പ് ചെയ്ത് അകത്ത് കയറി കൊലപ്പെടുത്തി. ഹരി, ജസ്റ്റിസ് കൃഷ്ണകുമാർ സാറിന്റെ കേസ് ഫയലുകൾ എനിക്ക് വേണം. മാധവൻ തമ്പിയും കൃഷ്ണകുമാറും തമ്മിൽ ബിസിനസ് പരമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട എന്തെങ്കിലും പഴയ കേസുണ്ടോ? വില്ലൻ വ്യക്തമായ ലിസ്റ്റോടെയാണ് വരുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ? അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 2 പ്രമുഖ വ്യക്തികൾ, സമാനമായ മെഡിക്കൽ കൊലപാതകങ്ങൾ. കൊച്ചി നഗരത്തിലെ മെഡിക്കൽ മാഫിയയുടെ വേരുകൾ എവിടെയോ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായി. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. അതേ അജ്ഞാത നമ്പർ. രണ്ടാമത്തേതും കഴിഞ്ഞു സിദ്ധാർത്ഥ്. നിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്നെ തൊടാൻ പോലും കഴിയില്ല. അടുത്ത ആളെ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് ആരാണെന്ന് ഊഹിക്കാമോ? സിദ്ധാർത്ഥ് ഫോൺ കയ്യിലിട്ട് മുറുക്കി. അവന്റെ കണ്ണുകളിൽ വില്ലനെ പിടികൂടാനുള്ള ആവേശം ജ്വലിച്ചു നിന്നു. കൃഷ്ണകുമാർ സാറിന്റെ മരണം കൂടി സംഭവിച്ചതോടെ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു നിശബ്ദ ഭീതിയിലായി. മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാൻ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ സിദ്ധാർത്ഥും ഹരിയും കൃഷ്ണകുമാറിന്റെയും മാധവൻ തമ്പിയുടെയും കേസ് ഫയലുകളുമായി ഇരിക്കുകയായിരുന്നു. വൈറ്റ് ബോർഡിൽ 2 പേരുടെയും ചിത്രങ്ങളും അവർ മരിച്ച രീതികളും ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരി, നീ ആ 2 ഇൻസുലിൻ പമ്പുകളുടെയും ഡിജിറ്റൽ ഫോറൻസിക് റിപ്പോർട്ട് പൂർത്തിയാക്കിയോ? സിദ്ധാർത്ഥ് കാപ്പി കുടിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട് സാർ. ഹരി തന്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ സിദ്ധാർത്ഥിന് നേരെ തിരിച്ചു. ഞാൻ 2 ആശുപത്രികളിലെയും ഡാറ്റാലോഗുകൾ ക്രോസ് ചെക്ക് ചെയ്തു. വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അതീവ സങ്കീർണമായ ഒരു ഹാക്കിംഗ് മെത്തേഡാണ് വില്ലൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇൻസുലിൻ പമ്പുകൾ നിർമ്മിക്കുന്നത് ജർമ്മനി ആസ്ഥാനമായുള്ള ബയോമെഡ് ലൈഫ് ലൈൻ എന്ന കമ്പനിയാണ്. ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ ഒരു ചെറിയ ബഗ് അഥവാ ലൂപ്പ് ഹോൾ കണ്ടെത്തിയാണ് വില്ലൻ അകത്ത് കയറിയിരിക്കുന്നത്. എന്ത് ബഗ്? സാർ, ഈ മിഷൻ ഡോക്ടർമാർക്ക് ദൂരത്തു നിന്നും രോഗിയുടെ അവസ്ഥ കണ്ട് ഇൻസുലിൻ ഡോസ് മാറ്റാൻ ഒരു റിമോട്ട് ഓവർറൈഡ് ഫീച്ചർ നൽകുന്നുണ്ട്. ഒരു പ്രത്യേക എൻക്രിപ്ഷൻ കീ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ആ കീ എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്നതിന്റെ മാസ്റ്റർ കോഡ് ഈ കമ്പനിയുടെ ഡെവലപ്പർമാർക്ക് മാത്രമേ അറിയാനാവൂ. വില്ലൻ ഒന്നുകിൽ ആ ജർമ്മൻ കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്ത് ഈ കോഡ് മോഷ്ടിച്ചു, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരോ ഒരാൾ വില്ലനെ സഹായിക്കുന്നുണ്ട്. ഹരി വിശദീകരിച്ചു. അങ്ങനെയെങ്കിൽ ഈ കേരളത്തിൽ ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ബാക്കി രോഗികളുടെ വിവരങ്ങൾ നമുക്ക് വേണം. അത് കിട്ടിയാൽ വില്ലന്റെ അടുത്ത ടാർഗറ്റ് ആരാണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ ആ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു സാർ. ഹരി വൈറ്റ് ബോർഡിലേക്ക് ഒരു പ്രിന്റ് ഔട്ട് ഒട്ടിച്ചു. കേരളത്തിലാകെ 14 പേർ മാത്രമേ ഈ ലേറ്റസ്റ്റ് മോഡൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ 8 പേർ കൊച്ചിയിലാണ്. ആ 8 പേരിൽ 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട മാധവൻ തമ്പിയും ജസ്റ്റിസ് കൃഷ്ണകുമാറും. ബാക്കി 6 പേർ ആരാണ് ഹരി? സിദ്ധാർത്ഥ് ബോർഡിന്റെ അടുത്തേക്ക് നടന്നു. 1 പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ജോയ് ഫിലിപ്പ്, 2 കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഉടമ ഡോക്ടർ KR മേനോൻ, 3 റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ അലക്സ് വർഗീസ്, 4 PWD കോൺട്രാക്ടർ മാത്യു ചെറിയാൻ, 5 മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ G കൃഷ്ണപിള്ള, 6-മത്തെയാൾ ദുബായിൽ നിന്ന് വന്ന് നാട്ടിൽ വിശ്രമിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന പ്രവാസി വ്യവസായി. സിദ്ധാർത്ഥ പേരുകളിലൂടെ കണ്ണോടിച്ചു. ഇവരെല്ലാം സാമ്പത്തികമായും സാമൂഹികമായും വളരെ ഉയർന്ന നിലയിലുള്ളവരാണ്. ഹരി, ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഉടൻ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണം. അവരുടെ മെഡിക്കൽ ഗാഡ്ജറ്റുകളുടെ ബ്ലൂടൂത്തും വൈഫൈയും തൽക്കാലം ഓഫ് ചെയ്യാൻ പറയുക. ഇൻസുലിൻ പമ്പ് മാനുവൽ മോഡിലേക്ക് മാറ്റാൻ ആശുപത്രി വഴി നിർദ്ദേശം നൽകുക. സിദ്ധാർത്ഥ ഉത്തരവിട്ടു. സാർ, മറ്റൊരു പ്രധാന കാര്യം. ഹരി ഒരു പുതിയ ഫയൽ തുറന്നു. കൊല്ലപ്പെട്ട മാധവൻ തമ്പിയുടെയും കൃഷ്ണകുമാറിന്റെയും ബാങ്ക് അക്കൗണ്ടുകളും ബിസിനസ് ഇടപാടുകളും ഞാൻ പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തമ്പി ടെക്സ്റ്റൈൽസ് നടത്തുമ്പോൾ കൃഷ്ണകുമാർ നിയമരംഗത്തായിരുന്നു. പക്ഷെ 5 വർഷം മുമ്പ് നടന്ന ഭൂമി ഏറ്റെടുക്കൽ കേസിലെ വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് കൃഷ്ണകുമാറായിരുന്നു. ആ കേസിൽ അനുകൂലമായ വിധി വന്നത് മാധവൻ തമ്പിയുടെ കമ്പനിക്കായിരുന്നു. ആ കേസിന്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്ന് അന്ന് ചില മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചിരുന്നു. അപ്പോൾ അതൊരു കണക്റ്റിംഗ് ലിങ്കാണ്. പ്രതികാരമാണോ ഇതിന്റെ പിന്നിൽ?
ആ കേസിൽ ഭൂമി നഷ്ടപ്പെട്ട ആരെങ്കിലുമാണോ വില്ലൻ? സിദ്ധാർത്ഥ് ആലോചനയിലാണ്. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഒരു അടിയന്തര കോൾ വന്നു. അത് സിറ്റിയിലെ പ്രമുഖനും മാധവൻ തമ്പിയുടെ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ആനന്ദായിരുന്നു. ഡോക്ടറുടെ ശബ്ദം ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാർ, DYSP സിദ്ധാർത്ഥല്ലേ? എനിക്ക് നിങ്ങളെ അടിയന്തരമായി കാണണം. എൻ്റെ ജീവൻ അപകടത്തിലാണ് സാർ. വ്യക്തമായി പറയൂ. സിദ്ധാർത്ഥ് ഫോൺ കയ്യിലിട്ട് മുറുക്കി. മാധവൻ തമ്പിയുടെ കേസിൽ എനിക്ക് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നെ ആരും ഭീഷണിപ്പെടുത്തുകയാണ്. ആശുപത്രിയിലെ ഇൻസുലിൻ പമ്പുകൾ സപ്ലൈ ചെയ്ത ഏജൻസി, അതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട് സാർ. ഞാനിപ്പോൾ എൻ്റെ കലൂരിലെ കൺസൾട്ടിംഗ് റൂമിലുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ വരണം. ഡോക്ടർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും കനത്തൊരു ശബ്ദവും ഒരു നിലവിളിയും കേട്ടു. പിന്നീട് ഫോൺ കട്ടായി. ഹരി, വണ്ടിയെടുക്ക് കലൂരിലേക്ക്. സിദ്ധാർത്ഥ് റിവോൾവർ ബെൽറ്റിലേക്ക് തിരികെക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. മഴ കനത്ത് പെയ്യുന്ന കൊച്ചി നഗരത്തിലൂടെ സൈറൻ മുഴക്കാതെ DYSP സിദ്ധാർത്ഥിന്റെ ഔദ്യോഗിക ജീപ്പ് കലൂരിലേക്ക് കുതിച്ചു പാഞ്ഞു. ഹരിയാണ് വണ്ടി ഓടിച്ചത്. അവന്റെ വിരലുകൾ സ്റ്റിയറിംഗിൽ അമർന്നിരുന്നു. കൺസൾട്ടിംഗ് റൂമിൽ വെച്ച് ഡോക്ടർ ആനന്ദിന്റെ ഫോൺ കോൾ പെട്ടെന്ന് കട്ടായതും ആ അവസാന നിലവിളിയും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ തീ കോരിയിട്ടു. ഹരി, കുറച്ചുകൂടി വേഗത്തിൽ പോകൂ. സിദ്ധാർത്ഥ് സീറ്റിൽ അക്ഷമനായിരുന്നു. കൃത്യം 10 മിനിറ്റിന്റെ അകം അവർ കലൂരിലെ ഡോക്ടർ ആനന്ദിന്റെ പ്രൈവറ്റ് ക്ലിനിക്കിന്റെ മുന്നിലെത്തി. രാത്രിയായതിനാൽ ക്ലിനിക്കിന്റെ മുൻവശത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. എന്നാൽ ഡോക്ടറുടെ പേഴ്സണൽ ചേംബറിലെ വെളിച്ചം പുറത്തേക്ക് അരിച്ചെത്തുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥും ഹരിയും തോക്കുകൾ കയ്യിലേന്തി ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് നടന്നു. ചേംബറിന്റെ പകുതി തുറന്ന വാതിലിലൂടെ അകത്തേക്ക് നോക്കി അവർ കണ്ടത് മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഡോക്ടർ ആനന്ദ് തന്റെ കസാരയിൽ തല പുറകോട്ട് ചരിച്ചു വെച്ച് നിശ്ചലനായി കിടക്കുന്നു. കൺസൾട്ടിംഗ് ടേബിളിലെ ഫയലുകളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് വേഗത്തിൽ അകത്തു കയറി ഡോക്ടറുടെ കഴുത്തിലെ നാഡിമിടിപ്പ് പരിശോധിച്ചു. തീർന്നു. ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ് മരണം നടന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് പല്ലിറുമി. അവൻ ഡോക്ടറിന്റെ ശരീരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കഴുത്തിന്റെ പിൻഭാഗത്ത് മുടിയുടെ തൊട്ടു താഴെയായി മുൻപ് കണ്ട അതേ നേർത്ത സൂചിപ്പാട്. എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ടായിരുന്നു. ടേബിളിന്റെ മുകളിൽ ഡോക്ടറുടെ സ്വന്തം മൊബൈൽ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ ഡിസ്പ്ലേയിൽ കൊലയാളി ടൈപ്പ് ചെയ്ത ഒരു സന്ദേശം തെളിഞ്ഞു വന്നു. കൂടുതൽ സംസാരിക്കുന്നവർക്ക് ഇവിടെ സ്ഥാനമില്ല. സാർ, ഹരി ഭയത്തോടെ വിരൽ ചൂണ്ടിയത് ഡോക്ടറുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കാണ്. കൊലയാളി ഇവിടെ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഡോക്ടറുടെ കമ്പ്യൂട്ടറിലെ പേഷ്യന്റിന്റെ ഡേറ്റാബേസ് മുഴുവനും ഇപ്പോൾ ലൈവായി ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹരി, അത് തടയൂ. എങ്ങനെയെങ്കിലും അത് സേവ് ചെയ്യ്, സിദ്ധാർത്ഥ് കൽപ്പിച്ചു. ഹരി ഉടൻ തന്നെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് ചാടി വീണു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡാറ്റ ഡിലീറ്റ് ആകുന്നതിന്റെ പ്രോഗ്രസ് ബാർ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നും ഏതോ ഒരു റിമോട്ട് സെർവർ വഴിയാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കപ്പെടുന്നത്. ഹരി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പ്രത്യേക ഫോറൻസിക് USB ഡ്രൈവ് എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് കുത്തിക്കയറ്റി. കീബോർഡിൽ അവന്റെ വിരലുകൾ കാറ്റുപോലെ ചലിച്ചു. കമോൺ. ഹരിയുടെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. കൃത്യം 92% ഡാറ്റ ഡിലീറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഹരി ആ ഹാക്കിംഗ് പ്രോസസ്സ് ബലമായി കട്ട് ചെയ്ത് ബാക്കി വന്ന 8% ഡാറ്റ തന്റെ ഡ്രൈവിലേക്ക് ലോക്ക് ചെയ്തു. സാർ, പൂർണ്ണമായും രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷേ ഭാഗ്യത്തിനൊരു പ്രധാനപ്പെട്ട ഫയൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ആനന്ദ് വ്യക്തിപരമായി സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യ എൻക്രിപ്റ്റ് ഫോൾഡറാണിത്. ഹരി ആ USB ഡ്രൈവ് തിരികെ എടുത്തു. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ലോക്കൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ക്ലിനിക്കിലെത്തി. ബാക്കി നടപടികൾ ആരംഭിച്ചു. സിദ്ധാർത്ഥും ഹരിയും നേരെ തിരികെ ക്രൈംബ്രാഞ്ച് സൈബർ ലാബിലേക്ക് പാഞ്ഞു. നഷ്ടപ്പെട്ട 8% ഡാറ്റയിൽ എന്താണുള്ളതെന്ന് കണ്ടെത്തണമായിരുന്നു. സൈബർ ലാബിലെ വലിയ സ്ക്രീനിലേക്ക് ഹരി ആ ഫയലുകൾ ഡീകോഡ് ചെയ്ത് കയറ്റി. അതിൽ ചില മെഡിക്കൽ ഓർഡറുകളും സാമ്പത്തിക ഇടപാടുകളും വിവരങ്ങളുമായിരുന്നു. സാർ നോക്കൂ. ഹരി സ്ക്രീനിലെ ഒരു ഡാറ്റ കാണിച്ചു തന്നു. കൊച്ചിയിലെ ആശുപത്രികളിലേക്ക് ഈ ബയോമെഡ് ലൈഫ് ലൈൻ ഇൻസുലിൻ പമ്പുകൾ സപ്ലൈ ചെയ്തത് ആൽഫ മെഡിടെക് എന്നൊരു ലോക്കൽ ഏജൻസിയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ പ്രദീപ് മേനോൻ എന്നയാളാണ്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിദേശ അക്കൗണ്ടിൽ നിന്നാണ്. ഏതാ രാജ്യം? ജർമ്മനിയിൽ നിന്നല്ല സാർ. അതൊരു കരീബിയൻ ഐലൻഡ്സിലെ ഷെൽ കമ്പനിയാണ്. യഥാർത്ഥ ഉറവിടം മറച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമുണ്ട്. ഡോക്ടർ ആനന്ദിന്റെ ഈ ഫയലിൽ കൊച്ചിയിൽ കൊല്ലപ്പെട്ട 2 പേരുടെയും ഇനി കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ബാക്കി 6 പേരുടെയും മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായി കുറിച്ചു വച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ളവരാണ്, O-. വളരെ അപൂർവമായ ബ്ലഡ് ഗ്രൂപ്പ്. സിദ്ധാർത്ഥ് കസാരയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ മനസ്സിൽ കട്ട പിടിച്ചു കിടന്ന ഇരുളിലേക്ക് ഒരു വെളിച്ചം അടിച്ചു കയറി. ഹരി, O-, മെഡിക്കൽ ഹാക്കിംഗ്. ഇൻസുലിൻ ഓവർഡോസ് കാണിച്ച് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കുന്നു. കഴുത്തിന് പിന്നിൽ ഹൃദയം നിർത്താൻ മറ്റൊരു ഇഞ്ചക്ഷൻ നൽകുന്നു. സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു. എന്താണ് സാർ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഹരി ചോദിച്ചു. ഹരി, നിയമപരമായി ഒരാളുടെ അവയവങ്ങൾ ദാനം ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുവെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തണം. വില്ലൻ ഇവരെ വെറുതെ കൊല്ലുകയല്ല ചെയ്യുന്നത്. ഇൻസുലിൻ പമ്പ് ഹാക്ക് ചെയ്ത് ബ്രെയിൻ ഡെത്ത് അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അവർ ആശുപത്രിയിൽ വെച്ച് പൂർണ്ണമായി മരിക്കുന്നതിൻ്റെ തൊട്ടുമുന്നേ
അവരുടെ അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള അനുമതി പത്രങ്ങളിൽ എന്തോ കൃത്രിമം നടക്കുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര അവയവ മാഫിയയാണ്. അത്യാപൂർവമായ O നെഗറ്റീവ് അവയവങ്ങൾക്ക് വേണ്ടി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന അതിഭീകരമായ കൊലപാതക പരമ്പര. സിദ്ധാർത്ഥിൻ്റെ ശബ്ദത്തിൽ ദേഷ്യമിരമ്പി. അങ്ങനെയാണെങ്കിൽ സാർ, ബാക്കിയുള്ള 6 പേരിൽ O നെഗറ്റീവ് ബ്ലഡുള്ള അടുത്ത ആൾ ആരാണോ അവരെയായിരിക്കാം വില്ലൻ അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത്, ഹരി വിളിച്ചു പറഞ്ഞു. ഹരി വേഗത്തിൽ ബാക്കിയുള്ള 6 പേരുടെ മെഡിക്കൽ ലിസ്റ്റ് സ്ക്രീനിലേക്ക് എടുത്തു. അതിൽ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരേ ഒരു വ്യക്തിയേ ഉണ്ടായിരുന്നുള്ളൂ. മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായ G കൃഷ്ണപിള്ള. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രമുഖ കാർഡിയാക് സെന്ററിൽ ചെക്കപ്പിനായി അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഹരി, വേഗം കമ്മീഷണറെ വിളിക്ക്. MLA കൃഷ്ണപിള്ളയുടെ ജീവൻ അപകടത്തിലാണ്. കൊലയാളി അടുത്ത കെണിയൊരുക്കി കഴിഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ ജീപ്പിന്റെ കീ കയ്യിലെടുത്തു. മഴയാണെങ്കിൽ അപ്പോഴും കൊച്ചി നഗരത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. റോഡിലെ വെള്ളക്കെട്ടുകളെ കീറിമുറിച്ച് സിദ്ധാർത്ഥിന്റെ ജീപ്പ് MLA G കൃഷ്ണപിള്ള അഡ്മിറ്റായിരിക്കുന്ന മെഡ്രി ആശുപത്രിയിലേക്ക് പാഞ്ഞു. സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞിരിക്കുന്നു. വില്ലൻ അടുത്ത ഇരയെ ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ രക്തഗ്രൂപ്പ് O നെഗറ്റീവ് നോക്കിയാണെന്ന കണ്ടെത്തൽ അന്വേഷണത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. കമ്മീഷണർ സാർ ഫോണിലുണ്ട്. ഹരി ഫോൺ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സിദ്ധാർത്ഥ്, ഞാൻ മെഡ്രി ആശുപത്രി മാനേജ്മെന്റുമായും MLA-യുടെ പേഴ്സണൽ സെക്യൂരിറ്റിയുമായും സംസാരിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നീ അങ്ങോട്ട് എത്തുന്നതുവരെ റൂമിലേക്ക് ആരെയും കയറ്റില്ല. കമ്മീഷണറുടെ ശബ്ദത്തിൽ ആശ്വാസമുണ്ടായിരുന്നു. താങ്ക് യു സാർ, നമ്മളൊരു പടി മുന്നിലാണ് ഇത്തവണ. പക്ഷേ വില്ലൻ ഡിജിറ്റൽ വഴിയാണ് വരുന്നതെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റി കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു. മെഡ്രി ആശുപത്രിയുടെ 10ാം നിലയിലെ VIP വാർഡിന്റെ മുന്നിൽ കനത്ത പോലീസ് കാവലുണ്ടായിരുന്നു. MLA കൃഷ്ണപിള്ളയുടെ ഗൺമാനും 2 ലോക്കൽ പോലീസുകാരും വാതിലിന്റെ ഇരുവശത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥും ഹരിയും അങ്ങോട്ട് നടന്നു ചെന്നു. സാർ, ഉള്ളിൽ സാറ് സുഖമായി ഉറങ്ങുകയാണ്. ഒരു നഴ്സ് പോലും കഴിഞ്ഞ 1 മണിക്കൂറായി അകത്തേക്ക് കയറിയിട്ടില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ റൂമിന്റെ ഗ്ലാസ് വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി. മുൻ മന്ത്രി കൃഷ്ണപിള്ള ബെഡിൽ ഉറങ്ങുന്നു. അദ്ദേഹത്തിന്റെ വയറ്റിലും ആ മാരകമായ ബയോമെറ്റ് ലൈഫ് ലൈൻ ഇൻസുലിൻ ആ പമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഹരി, ആശുപത്രിയുടെ വൈഫൈ റൂട്ടുകൾ ഈ ഫ്ലോറിൽ എവിടേക്കാണുള്ളത്? സിദ്ധാർത്ഥ് ചുറ്റും കണ്ണോടിച്ചു. ഈ കോറിഡോറിന്റെ അറ്റത്ത് ഒരെണ്ണമുണ്ട് സാർ. ഞാൻ ഇപ്പോഴേ ഈ ഫ്ലോറിലെ എല്ലാ വയർലെസ് സിഗ്നൽസും ബ്ലോക്ക് ചെയ്യാൻ ഒരു പോർട്ടബിൾ ജാമർ ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നും ആർക്കും ഈ ഇൻസുലിൻ പമ്പിലേക്ക് ബ്ലൂടൂത്ത് വഴിയോ വൈഫൈ വഴിയോ സിഗ്നൽ അയക്കാൻ കഴിയില്ല. ഹരി തന്റെ ബാഗിലിരുന്ന ചെറിയ ഉപകരണം കാണിച്ച് ഉറപ്പ് നൽകി. ഗുഡ്, എങ്കിൽ നമുക്ക് ഈ വാർഡിന്റെ ചുമതലയുള്ള ചീഫ് ഡോക്ടറെ കാണണം. ആരാണ് അദ്ദേഹത്തിന്റെ ഡോക്ടർ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഡോക്ടർ ഫിലിപ്പ് ചെറിയാൻ സാർ, കൊച്ചിയിലെ ഏറ്റവും പ്രമുഖനായ ഡോക്ടറാണ്. മാധവൻ തമ്പി മരിച്ച ലേക്ക് ആശുപത്രിയിലും ജസ്റ്റിസ് കൃഷ്ണകുമാർ മരിച്ച ആക്സ് മെഡിസിറ്റിയിലും ഇദ്ദേഹം വിസിറ്റിംഗ് കൺസൾട്ടൻ്റാണ്. ഹരി നൽകിയ ഈ വിവരം സിദ്ധാർത്ഥിനെ പെട്ടെന്ന് ഞെട്ടിച്ചു. എന്താണ് നീ നേരത്തെ പറയാതിരുന്നത്? 3 ആശുപത്രികളിലും കോമൺ ആയിട്ടുള്ള ലിങ്ക് ഈ ഡോക്ടറാണോ? സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാനിപ്പോൾ ഡോക്ടർ ആനന്ദിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും കിട്ടിയ ഡേറ്റ പരിശോധിച്ചപ്പോഴാണ് ഈ പേര് കണ്ടത് സാർ. 3 VIP-കളുടെയും ഇൻസുലിൻ പമ്പുകളുടെ ഡോസേജ് കൃത്യമായി നിശ്ചയിച്ചതും ഈ ആൽഫാമെറ്റിക് ഏജൻസി ആശുപത്രികൾക്ക് റെക്കമെൻഡ് ചെയ്തതും ഡോക്ടർ ഫിലിപ്പാണ്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ ആദ്യത്തെ കൃത്യമായ നിഴൽ വീണു. മെഡിക്കൽ ഹാക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാങ്കേതിക വിവരങ്ങളും കൃത്യമായ പേഷ്യൻ്റ് ഡാറ്റയും നൽകാൻ കഴിയുന്ന ഒരാൾ, ഡോക്ടർ ഫിലിപ്പ് ചെറിയാൻ. അതേസമയം പുലർച്ചെ 4:45 ആശുപത്രിയുടെ താഴത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ ഫിലിപ്പ് ചെറിയാനായിരുന്നു. വെളുത്ത കോട്ടും കഴുത്തിൽ സ്റ്റെതസ്കോപ്പുമായി അദ്ദേഹം ലിഫ്റ്റിലേക്ക് നടന്നു. 10ാം നിലയിലെ ലിഫ്റ്റ് തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് DYSP സിദ്ധാർത്ഥാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഫിലിപ്പ്. ഇത്രയും പുലർച്ചെ? സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഡോക്ടർ ഫിലിപ്പ് ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ചു. ആ, DYSP സിദ്ധാർത്ഥല്ലേ? കമ്മീഷണർ എന്നെ വിളിച്ചിരുന്നു. MLA കൃഷ്ണപിള്ളയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പേഷ്യൻ്റാണ്, അതുകൊണ്ടൊന്ന് നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി. വളരെ നല്ലതാ ഡോക്ടറെ, നമുക്കൊന്നിച്ച് റൂമിലേക്ക് പോകാം. സിദ്ധാർത്ഥ് ഡോക്ടർക്ക് വഴിമാറിക്കൊടുത്തു. റൂമിലേക്ക് കയറിയ ഡോക്ടർ ഫിലിപ്പ് നേരെ MLAയുടെ ബെഡിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പൾസ് പരിശോധിച്ചു. തുടർന്ന് വയറ്റിൽ കിടന്ന ഇൻസുലിൻ പമ്പിലേക്ക് കൈനീട്ടി. നിൽക്കൂ ഡോക്ടർ. ഹരി പെട്ടെന്ന് തടഞ്ഞു. മെഷീനിൽ തുടരുത്, ഞങ്ങളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഫിലിപ്പിൻ്റെ മുഖം പെട്ടെന്ന് ചുവന്നു. എന്താണ് ഹേ ഇത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ചീഫ് ഡോക്ടറാണ്. ഈ പമ്പിലെ റീഡിംഗ് നോക്കാതെ എനിക്കെങ്ങനെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നിങ്ങൾ പോലീസുകാർക്ക് മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ച് എന്തറിയാം? ഞങ്ങൾക്ക് മെഡിക്കൽ കാര്യങ്ങൾ അറിയില്ലായിരിക്കാം ഡോക്ടർ, പക്ഷേ കൊലപാതകങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. സിദ്ധാർത്ഥ് ഡോക്ടറുടെ തൊട്ടടുത്തേക്ക് നടന്നു ചെന്നു. മാധവൻ തമ്പി, ജസ്റ്റിസ് കൃഷ്ണകുമാർ, പിന്നെ നിങ്ങളുടെ സഹപ്രവർത്തകൻ ഡോക്ടർ ആനന്ദ്, ഇവർ 3 പേരും മരിക്കുമ്പോൾ അവരുടെ അരികിൽ നിങ്ങളുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ 3 പേരുടെയും മരണസമയത്തെ ഇൻസുലിൻ പമ്പ് റീഡിങ്ങുകൾ
മാറ്റിമറിക്കാൻ ലോഗിൻ ചെയ്ത ID നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് സൈബർ സെല്ല് കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് സത്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിച്ചതായിരുന്നു. സിദ്ധാർത്ഥിന്റെ ഈ കള്ളം കേട്ടതും ഡോക്ടർ ഫിലിപ്പിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകൾ നേരിയ രീതിയിൽ വിറയ്ക്കാൻ തുടങ്ങി. അത് അസാധ്യമാണ്. എൻ്റെ ID ആരോ ഹാക്ക് ചെയ്തിരിക്കാം. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, ഡോക്ടർ ഒച്ച വച്ചു. ആ സമയത്താണ് ഹരിയുടെ കയ്യിലിരുന്ന ലാപ്ടോപ്പിൽ ഒരു ബീപ്പ് ശബ്ദം കേട്ടത്. ഹരി ഞെട്ടലോടെ സ്ക്രീനിലേക്ക് നോക്കി. സാർ, നമ്മുടെ ജാമർ ഓണായിരുന്നിട്ടും MLAയുടെ ഇൻസുലിൻ പമ്പിലേക്ക് ഇപ്പോൾ ഒരു ഡാറ്റ സിഗ്നൽ വരുന്നുണ്ട്. പക്ഷേ അത് വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ അല്ല വരുന്നത്, ഹരി വിളിച്ചു പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് വരുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഏതോ ഒരു ഡിവൈസിൽ നിന്ന് നേരിട്ട് റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് വരുന്നത് സാർ. വില്ലൻ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹരി സ്ക്രീനുമായി ചുറ്റും നോക്കി. സിദ്ധാർത്ഥിന്റെ നോട്ടം നേരെ ചെന്ന് നിന്നത് ഡോക്ടർ ഫിലിപ്പിന്റെ കയ്യിലിരുന്ന ആഡംബര സ്മാർട്ട് വാച്ചിലേക്കാണ്. വാച്ചിന്റെ സ്ക്രീനിൽ ചുവന്ന ലൈറ്റ് മിന്നി മറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഫിലിപ്പ്, നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്ത്. സിദ്ധാർത്ഥ് തന്റെ റിവോൾവർ ഡോക്ടർക്ക് നേരെ ചൂണ്ടി. റൂമിനുള്ളിൽ കനത്ത നിശബ്ദത പടർന്നു. സിദ്ധാർത്ഥിന്റെ റിവോൾവറിന്റെ കറുത്ത കുഴൽ ഡോക്ടർ ഫിലിപ്പിന്റെ നെഞ്ചിലേക്ക് കൃത്യമായി നീണ്ടു നിന്നു. ഹരിയുടെ ലാപ്ടോപ്പ് സ്ക്രീനിൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളുടെ ഗ്രാഫ് അതിവേഗം മുകളിലേക്ക് ഉയരുകയാണ്. MLA കൃഷ്ണപിള്ളയുടെ ഇൻസുലിൻ പമ്പിലേക്ക് ആ മാരകമായ കമാൻഡ് എത്തിച്ചേരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഡോക്ടർ ഫിലിപ്പ്, നിങ്ങളുടെ സ്മാർട്ട് വാച്ച് ഊരി ടേബിളിലേക്ക് വയ്ക്കി. സിദ്ധാർത്ഥിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. ഡോക്ടർ ഫിലിപ്പ് ഭയന്ന് വിറച്ചുകൊണ്ട് തന്റെ ഇടത് കൈയിലെ സ്മാർട്ട് വാച്ച് അഴിച്ചെടുത്ത് ടേബിളിലേക്ക് ഇട്ടു. ഹരി വേഗത്തിൽ ആ വാച്ച് വാങ്ങി ലാപ്ടോപ്പിലേക്ക് ഒരു കേബിൾ വഴി കണക്ട് ചെയ്തു. അവൻ കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ച് ആ സിഗ്നൽ പ്രോസസ്സ് ബലമായി കട്ട് ചെയ്തു. ടെർമിനേറ്റ്. MLAയുടെ ഇൻസുലിൻ പൈപ്പിലെ ചുവന്ന ലൈറ്റ് കത്തുന്നത് നിലയ്ക്കുകയും അത് വീണ്ടും നോർമൽ മോഡിലേക്ക് മാറുകയും ചെയ്തു. ജസ്റ്റ് മിസ് സാർ. വില്ലന്റെ കമാൻഡ് ബോഡിയിലേക്ക് ഇൻസുലിൻ പുഷ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് നമ്മൾ തടഞ്ഞു. ഹരി നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ ഫിലിപ്പ് പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കാലുകളിലേക്ക് വീണു. സാർ, എന്നെ കൊല്ലരുത്. ഞാനൊരു കൊലപാതകിയല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സിദ്ധാർത്ഥ് ഡോക്ടറെ ഷർട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കസാരയിലേക്ക് ഇരുത്തി. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വാച്ചിൽ നിന്നും ഈ RF സിഗ്നൽ വന്നത്? മാധവൻ തമ്പിയുടെയും ജസ്റ്റിസ് കൃഷ്ണകുമാറിന്റെയും മെഡിക്കൽ ഹിസ്റ്ററി ലീക്ക് ചെയ്തത് നിങ്ങളല്ലേ? അല്ല സാർ, ഞാൻ സത്യം പറയാം. ഈ വാച്ച് എനിക്ക് സമ്മാനമായി തന്നത് ആൽഫ മെഡിടെക് ഉടമ പ്രദീപ് മേനോനാണ്. ഇൻസുലിൻ പമ്പുകൾ ആശുപത്രികളിൽ സപ്ലൈ ചെയ്യുന്ന ഏജൻസി നടത്തുന്ന അതേ പ്രദീപ്. രോഗികളുടെ പമ്പ് റീഡിങ്ങുകൾ എനിക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എനിക്ക് സാങ്കേതിക കാര്യങ്ങൾ വലിയ വശമില്ല. അവൻ എന്നെ ചതിക്കുകയായിരുന്നു സാർ. ഡോക്ടർ കൈകൾ കൂപ്പി. പ്രദീപ് മേനോൻ. സിദ്ധാർത്ഥ പേര് മനസ്സിൽ കുറിച്ചിട്ടു. അപ്പോൾ ഡോക്ടറുടെ ഈ വാച്ചിനെ ഒരു റിമോട്ട് ട്രിഗറായി പ്രദീപ് ഉപയോഗിക്കുകയായിരുന്നു. ഡോക്ടർ രോഗിയുടെ അരികിലെത്തുമ്പോൾ വാച്ച് ഓട്ടോമാറ്റിക്കായി പമ്പിലേക്ക് കണക്റ്റ് ആവുകയും പ്രദീപ് ദൂരെ ഇരുന്ന് നൽകുന്ന കമാൻഡ് ഈ വാച്ച് വഴി പമ്പിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. എന്തൊരു ബുദ്ധി! ഹരി അത്ഭുതപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പ്രദീപ് മേനോനാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. അവൻ ഇപ്പോൾ തന്നെ പൊക്കണം. സിദ്ധാർത്ഥ് പുറത്തേക്ക് നടക്കാനാഞ്ഞു. പക്ഷേ സാർ, ഒരു പ്രശ്നമുണ്ട്. ഹരി വാച്ചിലെ ഡാറ്റാ ലോഗുകൾ പരിശോധിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഈ വാച്ചിലേക്ക് കമാൻഡ് വരുന്നത് ആൽഫ മെഡിടെക് കമ്പനിയുടെ മെയിൻ ആശുപത്രി സെർവർ വഴിയാണ്. ആ സെർവറിലാണ് കൊച്ചിയിലെ എല്ലാ രോഗികളുടെയും രഹസ്യ ഫയലുകൾ ഉള്ളത്. പക്ഷേ സാർ നോക്കൂ, ഇപ്പോൾ ആ മെയിൻ സെർവറിലെ ഫയലുകൾ ഓരോന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോ ഡിലീറ്റ്. എന്ത്? വീണ്ടും ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നു? സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. അതെ സാർ, നമ്മൾ വാച്ച് ബ്ലോക്ക് ചെയ്തത് വില്ലൻ അറിഞ്ഞു കഴിഞ്ഞു. അവൻ തെളിവുകൾ നശിപ്പിക്കുന്നു. ആൽഫ മെഡിടെക്കിന്റെ ഓഫീസ് കാക്കനാടാണ്. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും എല്ലാ തെളിവുകളും ചാരമാകും. ഈ ഡീലിംഗ് തടയണമെങ്കിൽ നമുക്ക് അവരുടെ ലോക്കൽ സെർവറിലേക്ക് നേരിട്ട് ആക്സസ് വേണം. ഹരി പരിഭ്രാന്തനായി. ഹരി, കാക്കനാട് ഓഫീസിലേക്ക് പോകാൻ സമയമില്ല. കൊച്ചി സിറ്റിയിലെ ആശുപത്രിയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കോമൺ മെഡിക്കൽ ഡാറ്റ ഹബ്ബ് കലൂർ മെഡിക്കൽ സെന്ററിലുണ്ട്. അവിടെ ചെന്നാൽ ഈ ഡീലിംഗ് പ്രോസസ്സ് ലോക്കലായി ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? സിദ്ധാർത്ഥ് ഓർത്തു. പറ്റും സാർ. പക്ഷേ അവിടെ സെൻട്രൽ കമ്പ്യൂട്ടർ റൂമിൽ കയറണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. കൂടാതെ അവിടുത്തെ ചീഫ് IT ഓഫീസറുടെ സഹായവും വേണം. പെർമിഷൻ ഞാൻ തരാം, വണ്ടിയെടുക്ക്. സിദ്ധാർത്ഥ് പെട്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ഫിലിപ്പിന്റെ അടുത്ത് കാവൽ നിൽക്കാൻ ലോക്കൽ പോലീസിനെ ഏൽപ്പിച്ച് അവർ രണ്ടുപേരും ലിഫ്റ്റിലേക്ക് ഓടി. പുലർച്ചെ 5:15 കലൂർ സെൻട്രൽ മെഡിക്കൽ ഡാറ്റ ഹബിന്റെ മുന്നിൽ സിദ്ധാർത്ഥിന്റെ ജീപ്പ് വന്ന് ബ്രേക്ക് ഇട്ടു. കെട്ടിടം മുഴുവനും ഇരുളിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് മരിയും സെക്യൂരിറ്റിയെ മാറ്റി നിർത്തി അകത്തേക്ക് ഇരച്ചു കയറി. 3-ാം നിലയിലെ മെയിൻ സെർവർ റൂമിന്റെ ഡിജിറ്റൽ ലോക്ക് സിദ്ധാർത്ഥ് തന്റെ മാസ്റ്റർ കീ ഉപയോഗിച്ച് തുറന്നു. അകത്ത് 100 കണക്കിന് സെർവറുകൾ നീലയും പച്ചയും ലൈറ്റുകൾ മിന്നിച്ച് ശബ്ദത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിവേഗം മെയിൻ അഡ്മിൻ കൺസോളിലേക്ക് തന്റെ സിസ്റ്റം കണക്ട് ചെയ്തു. സ്ക്രീനിൽ ആൽഫ മെഡിടെക് എന്ന ഫോൾഡറിലെ ഫയലുകൾ 70% ഡിലീറ്റായി കഴിഞ്ഞതായി കാണിച്ചു. വേഗമാകട്ടെ ഹരി, ഇനി 30% മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ വില്ലന്റെ ഐഡന്റിറ്റി ഉണ്ടാകും. സിദ്ധാർത്ഥ ഹരിയുടെ തോളിൽ കൈവച്ചു. ഹരി കോഡിംഗ് ലൈനുകൾ അതിവേഗം ടൈപ്പ് ചെയ്യാൻ തുടങ്ങി.
ഞാനൊരു ഫയർവാൾ ബൈപ്പാസ് ഉണ്ടാക്കുകയാണ് സാർ. കമോൺ. യെസ്. ഡിലീറ്റിംഗ് പ്രോസസ്സ് ഞാൻ തൽക്കാലം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിലെ പ്രോഗ്രസ് ബാർ 78% നിശ്ചലമായി. ഹരി ബാക്കി വന്ന ഫയലുകൾ ഓരോന്നായി റിക്കവർ ചെയ്യാൻ തുടങ്ങി. ആ ഫയലുകൾക്കിടയിൽ നിന്നും അവനൊരു പ്രത്യേക ഓഡിയോ ഫയലും ഒപ്പം ചില മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കിട്ടി. ഹരി ആ ഓഡിയോ ഫയൽ പ്ലേ ചെയ്തു. റൂമിലെ സ്പീക്കറിലൂടെ ഒരു കനത്ത പുരുഷ ശബ്ദം പുറത്തു വന്നു. അത് പ്രദീപ് മേനോന്റെ ശബ്ദമായിരുന്നില്ല. കനത്ത തൃശ്ശൂർ സ്ലാങ്ങിലുള്ള മറ്റൊരു ശബ്ദമായിരുന്നു. പ്രദീപ്, അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ആ 3 O- കിഡ്നികളും ലിവറും റെഡിയാക്കണം. ദുബായിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ക്ലയൻറ്റുകൾ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. ഡോക്ടർ ഫിലിപ്പ് അറിയണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ പോലീസിലെ സിദ്ധാർത്ഥൻ നമ്മുടെ പുറകെയുണ്ട്. അവനെ മാറ്റാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓഡിയോ കേട്ട് സിദ്ധാർത്ഥിൻ്റെ ശരീരം മറച്ചു. വില്ലൻ തൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ഹരി ആ ഫയലുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഈ വലിയ അവയവമാറ്റ മാഫിയയ്ക്ക് ഫണ്ട് നൽകുന്ന യഥാർത്ഥ മാസ്റ്റർ മൈൻഡിൻ്റെ പേര് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് കണ്ടതും സിദ്ധാർത്ഥ അന്തം വിട്ടുപോയി. കാരണം ആ പേര് മറ്റാരുടേതുമായിരുന്നില്ല. കൊല്ലപ്പെട്ട മാധവൻ തമ്പിയുടെ സ്വന്തം മകൻ വിനയ് തമ്പി. വിനയ് തമ്പിയോ? സ്വന്തം അച്ഛനെ കൊല്ലാൻ വില്ലന് കൂട്ടുനിന്നത് അവൻ തന്നെയായിരുന്നു. അതെ സാർ. ഹരി, വേഗത്തിൽ ബാക്കി ഫയലുകൾ കൂടി സ്ക്രീനിലേക്ക് എടുക്കൂ. എന്തായാലും അവൻ്റെ അച്ഛൻ്റെ പേരിൽ അപകടമരണത്തിന് വേണ്ടി നല്ലൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഒരിക്കലും ഇത് കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച് അവൻ മനഃപൂർവ്വം അച്ഛൻ മരിച്ചത് സാധാരണമായല്ല, അപകടമരണമാണെന്ന് വരുത്തി തീർത്തത്. കാരണം അപകടമരണത്തിലാണെങ്കിൽ ഇൻഷുറൻസ് തുക കൂടുതൽ കിട്ടുമല്ലോ. ഹരിയാണെങ്കിൽ ബാക്കി ഫയലുകൾ കൂടി സ്ക്രീനിലേക്ക് എടുത്തു. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും ബാങ്ക് ഇടപാടുകളും നോക്കൂ. മാധവൻ തമ്പിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ മുഴുവനും വിനയ് തമ്പിയുടെ പേരിലേക്ക് മാറ്റാനുള്ള പവർ ഓഫ് അറ്റോണി ഒപ്പിട്ട് വാങ്ങിയത് ജസ്റ്റിസ് കൃഷ്ണകുമാർ വഴിയാണ്. വിനയ്ക്ക് വിദേശത്ത് വലിയ തോതിൽ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് തീർക്കാനാണ് അവൻ പ്രദീപ് മേനോനുമായി ചേർന്ന് ഈ അവയവ വിൽപ്പന മാഫിയ തുടങ്ങിയത്. സ്വന്തം അച്ഛൻ്റെ അപൂർവമായ O- അവയവങ്ങൾ വിദേശിക്ക് വിൽക്കുക വഴി ഒരേ സമയം സ്വത്തും കിട്ടും. മാഫിയയുടെ വലിയൊരു ഡീലും നടന്നു. എന്തൊരു ക്രൂരത! സ്വന്തം ചോരയെ തന്നെ വിറ്റ് ക്യാഷാക്കുന്ന മൃഗം. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ദേഷ്യം വിരച്ചു. ഹരി, വിനയ് തമ്പി ഇപ്പോൾ എവിടെയുണ്ട്? ഹരി വേഗം വിനയ് തമ്പിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അവൻ വിളിച്ചു പറഞ്ഞു, സാർ, അവൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് കാക്കനാടാണ്. ആൽഫ മെഡിടെക്കിൻ്റെ മെയിൻ ഓഫീസിലാണ്. പ്രദീപ് മേനോൻ അവൻ്റെ കൂടെയുണ്ട്. അവർ നാട്ടിൽ നിന്നും മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളവരെ അവിടെ ചെന്ന് പൊക്കുന്നു. സിദ്ധാർത്ഥ് ജീപ്പിൻ്റെ താക്കോലുമായി പുറത്തേക്ക് ഓടാനാഞ്ഞു. പക്ഷേ പെട്ടെന്ന് സർവർ റൂമിലെ വലിയ സ്ക്രീനിൽ മൊത്തമായി കറുത്ത നിറത്തിലേക്ക് മാറി. അതിനുശേഷം അതിൽ ഒരു തത്സമയ വീഡിയോ ദൃശ്യം തെളിഞ്ഞു വന്നു. വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം മെഡ്രി ആശുപത്രിയിലെ MLA കൃഷ്ണപിള്ളയുടെ അതേ VIP മുറിയായിരുന്നു. റൂമിൽ പോലീസുകാരും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഫിലിപ്പിനെ കാവൽ നിർത്തിയിരുന്ന പോലീസുകാർ നിലത്ത് ബോധരഹിതരായി കിടക്കുന്നു. ബെഡിൽ MLA കൃഷ്ണപിള്ള ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി പിടയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ അരികിൽ PPE കിറ്റ് ധരിച്ചൊരു രൂപം നിൽപ്പുണ്ടായിരുന്നു. അയാൾ ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞ് തൻ്റെ മുഖത്തെ മാസ്ക് പതുക്കെ മാറ്റി. അത് പ്രദീപ് മേനോനായിരുന്നു. ഹലോ DYSP സിദ്ധാർത്ഥ്. പ്രദീപ് മേനോൻ സ്ക്രീനിലേക്ക് നോക്കി ക്രൂരമായി ചിരിച്ചു. നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതിയല്ലേ? ഡോക്ടറുടെ വാച്ച് ബ്ലോക്ക് ചെയ്താൽ എനിക്ക് കമാൻഡ് അയക്കാൻ കഴിയില്ലെന്ന് നീ കരുതിയോ? ഈ ആശുപത്രിയുടെ മെയിൻ പവർ സപ്ലൈ ലൈൻ വഴി ഞാനൊരു ഹൈ വോൾട്ടേജ് പൾസ് ഇൻസുലിൻ പമ്പിലേക്ക് നേരിട്ട് കടത്തിവിട്ടിട്ടുണ്ട്. അത് പമ്പിൻ്റെ മദർ ബോർഡ് വഴി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇനി നിന്റെ ജാമറിനോ കമ്പ്യൂട്ടറിനോ ഇത് തടയാൻ കഴിയില്ല. അടുത്ത 5 മിനിറ്റിൻ്റെ ഉള്ളിൽ MLA കൃഷ്ണപിള്ളയുടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. ആ O- അവയവങ്ങൾ എടുക്കാൻ എൻ്റെ മെഡിക്കൽ ടീം ആശുപത്രിയുടെ പിൻവാതിൽ വഴി അകത്ത് കയറി കഴിഞ്ഞു. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. വീഡിയോ പെട്ടെന്ന് കട്ടായി. സെർവർ റൂമിൽ വീണ്ടും നിശബ്ദത പടർന്നു. സാർ, കലൂരിൽ നിന്നും മെഡ്രി ആശുപത്രിയിലേക്ക് എത്താൻ കുറഞ്ഞത് 10 മിനിറ്റ് എടുക്കും. ട്രാഫിക് ഉണ്ട്. അപ്പോഴേക്കും MLA തീരും സാർ. ഹരി പരിഭ്രാന്തനായി. സിദ്ധാർത്ഥ് ഒരു നിമിഷം കണ്ണുകളടച്ച് ചിന്തിച്ചു. അവൻ്റെ മനസ്സ് കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചു. ഹരി, പ്രദീപ് പറഞ്ഞത് അവൻ പവർ ലൈൻ വഴി ഹൈ വോൾട്ടേജ് പൾസ് കടത്തിവിട്ടു എന്നാണ്. അതിനർത്ഥം ഇൻസുലിൻ പമ്പ് ഇപ്പോൾ ആശുപത്രിയുടെ ഇലക്ട്രിക് ഗ്രിഡുമായി നേരിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയിലെ 10ാം നിലയിലെ ആ VIP റൂമിൻ്റെ മെയിൻ ഫ്യൂസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ചെയ്താൽ ആ പവർ സപ്ലൈ കട്ടാകില്ലേ? കട്ടാകും സാർ. പക്ഷേ നമ്മളവിടെ എത്തിയാലല്ലേ അത് ചെയ്യാൻ പറ്റൂ? ഹരി ചോദിച്ചു. നമ്മൾ പോകേണ്ടതില്ല ഹരി. മെഡ്രി ആശുപത്രിയുടെ ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യുന്ന റൂം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ സിസ്റ്റമാണ്. നീ ഹബിലിരുന്ന് മെഡ്രിയുടെ ഇലക്ട്രിക് സെർവർ ഹാക്ക് ചെയ്യേ. 10ാം നിലയിലെ VIP വാർഡിൻ്റെ പവർ സപ്ലൈ ഇപ്പോൾ തന്നെ പൂർണ്ണമായും കട്ട് ചെയ്യേ. സിദ്ധാർത്ഥ് ഓർഡർ നൽകി. സാർ, അതൊരു ഒഫീഷ്യൽ ക്രൈമാണ്. പെർമിഷൻ ഇല്ലാതെ ഒരു ആശുപത്രിയുടെ പവർ ഗ്രിഡ് ഹാക്ക് ചെയ്താൽ ഹരി ഒന്ന് പതറി. മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരു നിയമവും ഹരി. ഡു ഇറ്റ് നൗ. സിദ്ധാർത്ഥ് ഒച്ച വച്ചു. ഹരി ഒട്ടും സമയം കളയാതെ കീബോർഡിലേക്ക് ചാടി വീണു. വിരലുകൾ പ്രകാശം പോലെ ചലിച്ചു. മെഡ്രി ആശുപത്രിയുടെ പവർ ഗ്രിഡ് ഫയർവാൾ അവൻ ഓരോന്നായി തകർത്തു.
സ്ക്രീനിൽ ആശുപത്രിയുടെ ബ്ലൂ പ്രിന്റ് തെളിഞ്ഞു വന്നു. കമോൺ, 10ാം നില VIP വാർഡ്. ഹരി ഒരു ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. പവർ സപ്ലൈ ടെർമിനേറ്റഡ്. അതേസമയം മെഡ്രി ആശുപത്രിയിലെ 10ാം നില ഒന്നടങ്കം ഇരുട്ടിൽ മുങ്ങി. MLAയുടെ ഇൻസുലിൻ പമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്ന കറന്റ് പെട്ടെന്ന് നിലച്ചു. പമ്പ് പൂർണ്ണമായും ഓഫായി. ബെഡിൽ കിടന്ന കൃഷ്ണപിള്ള വലിയൊരു ശ്വാസമെടുത്ത് പതുക്കെ ശാന്തനായി. റൂമിലുണ്ടായിരുന്ന പ്രദീപ് മേനോൻ ഞെട്ടിപ്പോയി. ബാക്കപ്പ് ജനറേറ്റർ ഓണാക്കാൻ 30 സെക്കൻഡ് സമയമെടുക്കും. ആ ഇരുട്ടിൽ പ്രദീപ് പരിഭ്രാന്തനായി പുറത്തേക്ക് ഓടാനാഞ്ഞു. പക്ഷെ അവൻ വാതിൽ തുറന്ന് കോറിഡോറിലേക്ക് ഇറങ്ങിയതും ഇരുട്ടിൽ നിന്നും ഒരു ശക്തമായ കൈ അവന്റെ കോളറിൽ പിടിച്ചു. സിദ്ധാർത്ഥ ഹരിയോട് ഹാക്ക് ചെയ്യാൻ പറയുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ തന്റെ ലോക്കൽ ക്രൈംബ്രാഞ്ച് സ്ക്വാഡിനെ ആശുപത്രിയിലേക്ക് വിട്ടിരുന്നു. അവർ ഹരിയെ അടിച്ചൊരു മൂലയിലിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ആശുപത്രിയിലേക്ക് വന്നു. കളി കഴിഞ്ഞു പ്രദീപ് മേനോൻ. സിദ്ധാർത്ഥ് പ്രദീപിന്റെ കൈകളിൽ വിലങ്ങു വെച്ചു. മൂന്നാമത്തെ ഇരയായ MLA കൃഷ്ണപിള്ള അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദീപ് മേനോൻ പിടിയിലായെങ്കിലും ഈ കൊലപാതക പരമ്പരയുടെ യഥാർത്ഥ സൂത്രധാരനായ വിനയ് തമ്പി അപ്പോഴും കാക്കനാട് ഓഫീസിലുണ്ടായിരുന്നു. താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാൽ അവൻ കൂടുതൽ അപകടകാരിയാവും. മെഡ്രി ആശുപത്രിയിലെ 10ാം നിലയിൽ ഹാൻഡ്കപ്സിന്റെ ഇരുമ്പ് ശബ്ദം കനത്ത നിശബ്ദതയെ കീറിമുറിച്ചു. നിലത്ത് വീണ പ്രദീപ് മേനോനെ ക്രൈംബ്രാഞ്ച് സംഘം ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. സിദ്ധാർത്ഥ അവന്റെ മുഖത്തേക്ക് ടോർച്ച് വെളിച്ചം തിരിച്ചു. പ്രദീപിന്റെ കണ്ണുകളിൽ ഭയവും അഹങ്കാരവും ഒരേ സമയം വന്നു. വിനയ് തമ്പി ഇപ്പോൾ എവിടെയാണ് പ്രദീപ്? സിദ്ധാർത്ഥിന്റെ ശബ്ദം കത്തിയേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. പ്രദീപ് ചോര തുപ്പിക്കൊണ്ട് ക്രൂരമായി ചിരിച്ചു. DYSP സിദ്ധാർത്ഥ്, എന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. കളി നിയന്ത്രിക്കുന്നത് ഞാനല്ല. വിനയ് ഇപ്പോൾ കാക്കനാട് ഓഫീസിലുണ്ടെന്നാണ് നിങ്ങളുടെ സൈബർ സെൽ വിചാരിക്കുന്നത്. പക്ഷേ അവൻ അവിടെ ഇല്ല. അവൻ ഈ നഗരം വിട്ടു പോകാനുള്ള അവസാന ഘട്ടത്തിലാണ്. അവനെ തടയാൻ നിങ്ങളുടെ പോലീസിന് കഴിയില്ല. സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ ഹരിയെ ഫോണിൽ വിളിച്ചു. ഹരി, വിനയ് തമ്പിയുടെ ഫോൺ ലൊക്കേഷൻ ഇപ്പോഴും കാക്കനാട് തന്നെയാണോ കാണിക്കുന്നത്? അതെ സാർ, മാറ്റമൊന്നുമില്ല. ആൽഫ മെഡിന്റെ ഓഫീസിന്റെ ഉള്ളിൽ തന്നെയാണ് സിഗ്നൽ. ഹരി മറുപടി നൽകി. അല്ല ഹരി, അത് വിനയ് ഒരുക്കിയ കെണിയാണ്. അവൻ തന്റെ ഒറിജിനൽ ഫോൺ ഓഫീസിൽ വെച്ചിട്ട് മറ്റേതോ വഴിക്ക് നീങ്ങുകയാണ്. അവൻ അന്താരാഷ്ട്ര തലത്തിൽ അവയവങ്ങൾ കടത്താൻ വലിയൊരു ശൃംഖലയുണ്ട്. കൊച്ചിയിൽ നിന്നും വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ള വഴികൾ ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ട് നമ്മൾ ഇപ്പോഴേ ബ്ലോക്ക് ചെയ്യണം. സിദ്ധാർത്ഥ് നിർദ്ദേശം നൽകി. സാർ, ഞാൻ എയർപോർട്ട് ഇമിഗ്രേഷൻ ഡാറ്റ പരിശോധിക്കും. ഹരിയുടെ വിരലുകൾ കീബോർഡിൽ പാഞ്ഞു. പക്ഷേ മറ്റൊരു വഴിയുണ്ട്. വിനയ് തമ്പിയുടെ പേരിൽ കൊച്ചി ഇന്റർനാഷണൽ മറീനയിൽ ഒരു ആഡംബര പ്രൈവറ്റ് യാട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബോൾഗാട്ടി ഭാഗത്താണ് അത് കിടക്കുന്നത്. ഇന്നലെ രാത്രി ആ യാട്ടിലേക്ക് വൻതോതിൽ ഇന്ധനം നിറച്ചതായി ഒരു ഫ്യുവൽ ലോഗ് കാണിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ തലച്ചോറിൽ ഒരു ഇടിമുഴക്കം വെട്ടി. യാർഡ് വഴി കടൽ മാർഗം രക്ഷപ്പെടൽ. അന്താരാഷ്ട്ര കപ്പൽ ചാനലിലെത്തിയാൽ പിന്നെ അവനെ പിടിക്കാൻ ഇന്ത്യൻ നിയമത്തിന് പരിമിതികളുണ്ട്. ഹരി, ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്. നീ മറിയൻ പോലീസിന് വിവരമറിയിക്കും. പുലർച്ചെ 5:45. നേരം പതുക്കെ വെളുത്തു തുടങ്ങിയെങ്കിലും ആകാശത്ത് കറുത്ത കാർമേഘങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കനത്ത കാറ്റിൽ കൊച്ചി കായലിലെ ഓളങ്ങൾ വല്ലാതെ ഉലഞ്ഞു. ബോൾഗാട്ടി മറീനയുടെ വിജനമായ ജെട്ടിയിലേക്ക് സിദ്ധാർത്ഥിന്റെ ജീപ്പ് വന്ന് ബ്രേക്ക് ഇട്ടു. കയ്യിൽ റിവോൾവറുമായി സിദ്ധാർത്ഥ് ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി. ജെട്ടിയിൽ കറുത്ത റെയിൻകോട്ട് ധരിച്ചൊരു നിഴൽ രൂപം ദൂരെയുള്ള ആഡംബര യാട്ടിലേക്ക് നടന്നു പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടു. അവന്റെ കയ്യിൽ വലിയൊരു ട്രാവൽ ബാഗും മെഡിക്കൽ ഐസ് ബോക്സും, അതായത് ഓർഗൻ ട്രാൻസ്പോർട്ട് ബോക്സും ഉണ്ടായിരുന്നു. വിനയ് തമ്പി, നിൽക്കൂ, സിദ്ധാർത്ഥ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ നിഴൽ രൂപം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് വിനയ് തമ്പി തന്നെയായിരുന്നു. മുഖത്തെ മാസ്ക് മാറ്റി അവൻ സിദ്ധാർത്ഥിനെ നോക്കി. എന്നിട്ട് പരിഹാസത്തോടെ ചിരിച്ചു. DYSP സിദ്ധാർത്ഥ്, നിങ്ങളൊടുവിൽ ഇവിടെയും എത്തി. പക്ഷേ നിങ്ങൾ വൈകിപ്പോയി. മാധവൻ തമ്പിയുടെ സാമ്രാജ്യം ഇനി എൻ്റേതാണ്. ഈ ബോക്സിലുള്ളത് എന്താണെന്നറിയാവോ? ജസ്റ്റിസ് കൃഷ്ണകുമാറിന്റെ ശരീരത്തിൽ നിന്നും പ്രദീപ് മേനോൻ കൃത്യസമയത്ത് മാറ്റിയെടുത്ത അത്യാപൂർവമായ O- ലിവറാണ്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ 15 കോടി രൂപയാണ് വില. ഇത് വാങ്ങാൻ ദുബായിൽ ആള് കാത്തിരിക്കുന്നുണ്ട്. വിനയ് തന്റെ കയ്യിലെ ബോക്സ് ഉയർത്തിക്കാട്ടി. സ്വന്തം അച്ഛനെ കൊന്ന മൃഗമേ, നീ ഈ മണ്ണിൽ നിന്നും ഒരടി മുന്നോട്ട് വയ്ക്കില്ല. സിദ്ധാർത്ഥ് തോക്ക് വിനയ്ക്ക് നേരെ ചൂണ്ടി. എന്നെ വെടിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല സിദ്ധാർത്ഥ്. കാരണം വിനയ് തന്റെ പോക്കറ്റിൽ നിന്നും മറ്റൊരു ചെറിയ റിമോട്ട് കൺട്രോൾ ഉപകരണം പുറത്തെടുത്തു. ഈ മറീന ജെട്ടിയിൽ നിർത്തിയിരിക്കുന്ന ഹൗസിംഗ് ബോട്ടുകളിൽ ഞാൻ RDX ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബട്ടൺ അമർത്തിയാൽ ഈ പ്രദേശം മുഴുവനും ചാരമാകും. നിരപരാധികളായ എത്രയോ പേർ മരിക്കും. ചോയ്സ് നിങ്ങളുടേതാണ്. എൻ്റെ വഴി മാറ്. വിനയ് തമ്പി പതുക്കെ യാർഡിന്റെ പടവുകളിലേക്ക് കയറാൻ തുടങ്ങി. കനത്ത കാറ്റും മഴയും കാരണം സിദ്ധാർത്ഥിന് കൃത്യമായ ഒരു ലക്ഷ്യമെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു വശത്ത് കോടിക്കണക്കിന് രൂപയുടെ അവയവക്കടത്ത് മാഫിയ തലവൻ രക്ഷപ്പെടുന്നു, മറുവശത്ത് ബോംബ് ഭീഷണി. ആ സെക്കൻഡിൽ സിദ്ധാർത്ഥിന്റെ ഇയർപീസിലേക്ക് ഹരിയുടെ ശബ്ദം വന്നു. സാർ, വിനയുടെ കയ്യിലുള്ളത് ഒരു റേഡിയോ ഫ്രീക്വൻസി ഡിറ്റനേറ്ററാണ്. അതിന്റെ സിഗ്നൽ റേഞ്ച് 50 മീറ്റർ മാത്രമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് ആ ഫ്രീക്വൻസി ജാം ചെയ്യാൻ നോക്കാം. പക്ഷെ എനിക്ക് കൃത്യം 10 സെക്കൻഡ് സമയം വേണം. 10 സെക്കൻഡോ? ഹരി, അവൻ യാർഡിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. സിദ്ധാർത്ഥ് പരിഭ്രാന്തനായി. കൗണ്ട് ഓൺ സ്റ്റാർട്ട് സാർ. 10, 9, 8. ഹരി കമ്പ്യൂട്ടറിൽ വിരലുകൾ ചലിപ്പിച്ചു. വിനയ് തമ്പി യാർഡിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അവൻ തിരിഞ്ഞു നിന്ന് സിദ്ധാർത്ഥിനെ നോക്കി റിമോട്ടിന്റെ ബട്ടണിലേക്ക് വിരൽ അമർത്താനാഞ്ഞു.
സിദ്ധാർത്ഥിന് മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റിൻ്റെ ദിശയും മഴത്തുള്ളികളുടെ വേഗതയും കണക്കുകൂട്ടി സിദ്ധാർത്ഥ് തൻ്റെ റിവോൾവർ ഉയർത്തി. ഒരൊറ്റ വെടി. ആ വെടിവെച്ച കൊച്ചി കായലിൻ്റെ ഓളങ്ങളിൽ മുഴങ്ങിക്കേട്ടു. സിദ്ധാർത്ഥിൻ്റെ റിവോൾവറിൽ നിന്നും പാഞ്ഞുപോയ വെടിയുണ്ട വിനയ് തമ്പിയുടെ നെഞ്ചിലല്ല, മറിച്ച് അവൻ്റെ വലത് കൈയിലെ റിമോട്ട് കൺട്രോളിലാണ് കൃത്യമായി പതിച്ചത്. RDX ബോംബുകൾ ട്രിഗർ ചെയ്യാനുള്ള ആ ഡിജിറ്റൽ ഉപകരണം കഷ്ണങ്ങളായി തകർന്ന് കായലിലെ ഇരുണ്ട വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. വിനയ് തമ്പി വേദനയും ഞെട്ടലും കൊണ്ട് ഉറക്കി നിലവിളിച്ചു. വെടിയുണ്ടയുടെ ആഘാതത്തിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും ചോരയൊഴുകാൻ തുടങ്ങി. അന്താരാഷ്ട്ര അവയവക്കടത്തിൻ്റെ 15 കോടി വിലമതിക്കുന്ന ആ മെഡിക്കൽ ഐസ് ബോക്സ് ജെട്ടിയുടെ തറയിലേക്ക് വീണുരുണ്ടു. വിനയ് തമ്പി കായലിലേക്ക് ചാടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ തൊട്ടടുത്ത നിമിഷം സിദ്ധാർത്ഥ് ഒരു പുലിയെ പോലെ അവൻ്റെ മേലേക്ക് ചാടി വീണു. കനത്ത കായൽക്കാറ്റിൽ പെയ്യുന്ന മഴയത്ത് അവർ രണ്ടുപേരും ജെട്ടിയിൽ കിടന്ന് ഗുസ്തി പിടിച്ചു. മുറിവേറ്റ സിംഹത്തെ പോലെ വിനയ് സർവ്വശക്തിയുമെടുത്ത് സിദ്ധാർത്ഥിനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും സിദ്ധാർത്ഥിൻ്റെ ഇരുമ്പ് മുഷ്ടികൾക്ക് മുന്നിൽ അവൻ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് വിനയുടെ വലതുകൈ പുറകോട്ട് തിരിച്ച് ലോക്ക് ചെയ്തു. പോക്കറ്റിൽ നിന്നും വിലങ്ങെടുത്ത ഒരൊറ്റ തിരിപ്പ്. വിനയ് തമ്പി, യു ആർ അണ്ടർ അറസ്റ്റ്. സിദ്ധാർത്ഥ് അവനെ നിലത്ത് നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചു. ആ സമയത്താണ് ഹരിയും മറ്റു ഫോഴ്സും വലിയൊരു പോലീസ് വ്യൂഹവുമായി മറീന ജെട്ടിയിലേക്ക് ഇരച്ചെത്തിയത്. നിലത്ത് വീണ മെഡിക്കൽ ബോക്സ് ഹരി അതീവ ജാഗ്രതയോടെ എടുത്തുയർത്തി. സാർ, ഐസ് ബോക്സ് സുരക്ഷിതമാണ്. ജസ്റ്റിസ് കൃഷ്ണകുമാറിൻ്റെ ഓർഗൻ നമുക്ക് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റേതെങ്കിലും പാവപ്പെട്ട രോഗിക്ക് ജീവൻ നൽകാൻ ഉപയോഗിക്കാം. ഗുഡ് ജോബ് ഹരി. ഈ മൃഗത്തെ വണ്ടിയിലേക്ക് കയറ്റ്. സിദ്ധാർത്ഥ് വിനയ് തമ്പിയുടെ റെയിൻകോട്ടിൻ്റെ കോളറിൽ പിടിച്ച് ജീപ്പിന് നേരെ തള്ളി. വിനയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പരിഹാസം മാറി കടുത്ത നിരാശയും ദേഷ്യവും വട്ടമിട്ട് നിന്നു. അന്ന് ഉച്ചയ്ക്ക് 2 മണി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ അതീവ രഹസ്യമായ ചോദ്യം ചെയ്യൽ മുറിയുടെ മധ്യത്തിലിട്ടിരുന്ന കസാരയിൽ വിനയ് തമ്പിയും ഒരു വശത്ത് പ്രദീപ് മേനോനും തല കുനിച്ചിരിപ്പുണ്ടായിരുന്നു. അവർക്ക് നേരെ മുന്നിൽ DYSP സിദ്ധാർത്ഥും കമ്മീഷണർ വിനയചന്ദ്രനും ഇരിപ്പുറപ്പിച്ചു. 1 വേ ഗ്ലാസിന് പുറകിൽ സൈബർ ടീമിനൊപ്പം ഹരി കമ്പ്യൂട്ടർ ലോഗുകളുമായി റെഡിയായിരുന്നു. ടേബിളിന്റെ മുകളിൽ മാധവൻ തമ്പിയുടെയും ജസ്റ്റിസ് കൃഷ്ണകുമാറിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ആൽഫ മെഡിടെക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വിനയ്, വിദേശത്തെ കടം തീർക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കമ്മീഷണറുടെ ശബ്ദത്തിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. വിനയ് തമ്പി പതുക്കെ തലയുയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ അഹങ്കാരം പൂർണ്ണമായും മാറിയില്ലായിരുന്നു. അവൻ ഉച്ചത്തിൽ ചിരിച്ചു. കടം തീർക്കാൻ മാത്രമല്ല കമ്മീഷണർ സാർ, എൻ്റെ അച്ഛൻ മാധവൻ തമ്പി വൃദ്ധനായിരുന്നു. പക്ഷേ ഈ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ എനിക്ക് തരാതെ അദ്ദേഹം ചാരിറ്റിക്കും ട്രസ്റ്റിനും എഴുതി വെക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ ബിസിനസ് അദ്ദേഹം മറ്റാർക്കോ കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുക എന്നത് എൻ്റെ ആവശ്യമായിരുന്നു. അതിന് നീ തിരഞ്ഞെടുത്ത വഴി? സിദ്ധാർത്ഥ് ചോദിച്ചു. അതിനാണ് ഞാൻ പ്രദീപിനെ കണ്ടത്. വിനയ് പ്രദീപിന് നേരെ വിരൽ ചൂണ്ടി. പ്രദീപിന്റെ കമ്പനിയാണ് ജർമ്മൻ ഇൻസുലിൻ പമ്പുകൾ കേരളത്തിൽ വിൽക്കുന്നത്. ആ പമ്പുകളുടെ റിമോട്ട് ആക്സസ് കോഡ് പ്രദീപിന്റെ കയ്യിലുണ്ടായിരുന്നു. അച്ഛൻ ലേക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലെ വൈഫൈ നെറ്റ്വർക്ക് വഴി പ്രദീപ് ആ പമ്പ് ഹാക്ക് ചെയ്തു. അത് ഇൻസുലിൻ ഓവർഡോസ് നൽകി ബ്രെയിൻ ഡെത്തിലേക്ക് എത്തിച്ചു. ആരും സംശയിക്കാത്ത ക്ലീൻ മർഡർ. പക്ഷേ ഡോക്ടർ രാധികയുടെ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം മരണം നടന്നത് ഇൻസുലിൻ കൊണ്ടല്ല, കഴുത്തിന്റെ പിന്നിൽ നൽകിയ പൊട്ടാസ്യം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ വഴിയാണ്. അത് ചെയ്തത് ആരാണ്? സിദ്ധാർത്ഥ മേശപ്പുറത്ത് കൈകളൂന്നി മുന്നോട്ടാഞ്ഞു. വിനയ് തമ്പി പ്രദീപ് മേനോനെ നോക്കി കണ്ണുരുട്ടി. പ്രദീപ് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. സാർ, അത് ഞാനാണ് ചെയ്തത്. ഇൻസുലിൻ ഓവർഡോസ് കാരണം ബ്രെയിൻ ഡെത്ത് ഉണ്ടായാലും ചിലപ്പോൾ രോഗി രക്ഷപ്പെടാൻ നേരിയ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങളുടെ പ്ലാൻ പൊളിയും. അതുകൊണ്ട് വിനയ് തന്ന ആശുപത്രി മാസ്റ്റർ കീ ഉപയോഗിച്ച് ഞാൻ PPE കിറ്റ് ധരിച്ച് അകത്ത് കയറി ആ ഇഞ്ചക്ഷൻ കൂടി നൽകി മരണം ഉറപ്പിച്ചു. പോരുന്ന വഴിക്ക് ആശുപത്രി സെർവർ ഹാക്ക് ചെയ്ത് CCTV ദൃശ്യങ്ങൾ ലൂപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് കൃഷ്ണകുമാറിന്റെ മരണം? സിദ്ധാർത്ഥ അടുത്ത ചോദ്യം അറിഞ്ഞു. അദ്ദേഹം 5 വർഷം മുമ്പത്തെ ആ ലാൻഡ് അക്യൂസേഷൻ കേസിന്റെ പേരിൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. വിനയ് തമ്പി പറഞ്ഞു. അച്ഛന്റെ മരണത്തിൽ അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു. പോരാത്തതിന് അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവായിരുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ O നെഗറ്റീവ് അവയവങ്ങൾക്ക് വലിയ ഡിമാൻഡുള്ള സമയമാണ്. അതുകൊണ്ട് ഒരേ സമയം ബ്ലാക്ക്മെയിലിംഗ് അവസാനിപ്പിക്കാനും കോടികൾ സമ്പാദിക്കാനും ഞങ്ങൾ അദ്ദേഹത്തെയും അതേ പാറ്റേണിൽ തീർന്നു. സിദ്ധാർത്ഥ് കസാരയിലേക്ക് ചാരിയിരുന്നു. എല്ലാം കൃത്യമായ പ്ലാൻ. പക്ഷേ നിങ്ങളുടെ ഈ വലിയ മാഫിയ ഗ്രൂപ്പിൽ കൊച്ചിയിലെ പ്രമുഖ ഡോക്ടർ ഫിലിപ്പ് ചെറിയാന്റെ പങ്കെന്താണ്? ഈ ചോദ്യം കേട്ടതും പ്രദീപ് മേനോൻ പെട്ടെന്ന് പറഞ്ഞു. സാർ, ഡോക്ടർ ഫിലിപ്പിന് ഇതിൽ നേരിട്ട് യാതൊരു പങ്കുമില്ല. രോഗികളുടെ ഇൻസുലിൻ ഡോസ് ട്രാക്ക് ചെയ്യാൻ എന്ന വ്യാജേന ഞാൻ അദ്ദേഹത്തിന് നൽകിയ സ്മാർട്ട് വാച്ചിൽ ഒരു RF ട്രിഗർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ രോഗിയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് പോലും അറിയാതെ ആ വാച്ച് ഒരു പാലമായി പ്രവർത്തിച്ച് ഞങ്ങളുടെ കമാൻഡ് പമ്പിലേക്ക് എത്തുകയായിരുന്നു. ഡോക്ടറെ ഞങ്ങളൊരു കവചമായി ഉപയോഗിക്കുകയായിരുന്നു സാർ. സിദ്ധാർത്ഥ ഹരിക്ക് നേരെ തിരിഞ്ഞു നോക്കി. 1 വേ ഗ്ലാസിനപ്പുറത്ത് നിന്നും ഹരി തംസപ്പ് കാണിച്ചു. പ്രതികളുടെ ഈ മൊഴികളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സൈബർ സെൽ കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളുമായി ഇത് 100% ഒത്തുപോകുന്നുണ്ട്. നിങ്ങളുടെ കളി അവസാനിച്ചു വിനയ്. സ്വന്തം അച്ഛൻ്റെ ചോര വിറ്റും നീതിപീഠത്തെ വഞ്ചിച്ചും നീ ഉണ്ടാക്കിയ ആഡംബര ജീവിതം ഇനി ഈ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. സിദ്ധാർത്ഥ എഴുന്നേറ്റു.
പ്രതികളെ ലോക്കപ്പിലേക്ക് മാറ്റാൻ ലോക്കൽ പോലീസിന് നിർദ്ദേശം നൽകി സിദ്ധാർത്ഥും കമ്മീഷണറും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഗ്രേറ്റ് ജോബ് സിദ്ധാർത്ഥ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മെഡിക്കൽ ക്രൈമാണ് നീ വെറും 48 മണിക്കൂറിന്റെ ഉള്ളിൽ തെളിയിച്ചത്. കമ്മീഷണർ വിനയചന്ദ്രൻ സിദ്ധാർത്ഥിന് ഹസ്തദാനം നൽകി. താങ്ക് യു സാർ. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും പൂർണ്ണമായും ശാന്തമായിട്ടില്ല. സിദ്ധാർത്ഥ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു വിരലിൽ ചുരുട്ടിപ്പിടിച്ച പേപ്പർ കഷ്ണം പുറത്തെടുത്തു. വിനയ് തമ്പിയെ മറീന ജെട്ടിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്നും സിദ്ധാർത്ഥിന് രഹസ്യമായി കിട്ടിയ ഒരു പേപ്പറായിരുന്നു അത്. അതിൽ കൊച്ചിയിലെ ഒരു പ്രമുഖ വിലാസവും അതിൻ്റെ താഴെ ചുവന്ന മഷി മറ്റൊരു പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഫിലിപ്പ് ചെറിയാൻ, അടുത്ത ഇര. പിന്നെ അതിൻ്റെ താഴെ ഒരു നാമകരണം ഉണ്ടായിരുന്നു, ദ ഓർഗനൈസർ. വിനയ് തമ്പിക്ക് മുകളിലായി ഈ അവയവക്കടത്ത് ശൃംഖലയെ ലോകമെമ്പാടും നിയന്ത്രിക്കുന്ന മറ്റൊരു തലവും കൂടി ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു ആ പേപ്പർ. കൊച്ചിയിലെ കേസ് അവസാനിച്ചെങ്കിലും യഥാർത്ഥ വേട്ടയാടൽ ഇവിടെ തന്നെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വിനയ് തമ്പിയുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ആ ചെറിയ പേപ്പർ കഷ്ണത്തിൽ തന്നെയായിരുന്നു. കനത്ത കറുത്ത അക്ഷരങ്ങളിൽ അതിൽ എഴുതിയിരുന്നു, ദ ഓർഗനൈസർ. അതിന് താഴെ ഒരു തീയതിയും കുറിച്ചിട്ടുണ്ടായിരുന്നു, 14/3/2021. അതായത് കൃത്യം 5 വർഷം മുമ്പുള്ളൊരു തീയതി. ഹരി, ഈ തീയതി ഒന്ന് നോക്കിക്കേ. സിദ്ധാർത്ഥ പേപ്പർ ഹരിക്ക് നേരെ നീട്ടി. 5 വർഷം മുമ്പ് ഈ തീയതിയിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും പ്രത്യേക സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേ. വില്ലന്മാര് ജയിലിലാണെങ്കിലും ഈ അവയവക്കടത്ത് ശൃംഖലയുടെ യഥാർത്ഥ വേരുകൾ ഇപ്പോഴും പുറത്താണ്. ഹരി ഒട്ടും സമയം കളയാതെ ക്രൈംബ്രാഞ്ച് ഡാറ്റാബേസിൽ 5 വർഷം മുമ്പത്തെ മെഡിക്കൽ വാർത്തകളും പോലീസ് റെക്കോർഡുകളും തിരയാൻ തുടങ്ങി. കുറച്ചു നിമിഷത്തെ തീവ്രമായ തിരച്ചിലിന് ശേഷം ഹരിയുടെ മുഖത്തൊരു പ്രത്യേക ഭാവം തെളിഞ്ഞു. സാർ, കിട്ടി. 2021 മാർച്ച് 14-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയൊരു വിവാദം നടന്നിട്ടുണ്ട്. ഒരു ദരിദ്ര കുടുംബത്തിലെ യുവാവിന്റെ ആക്സിഡന്റ് മരണത്തെ തുടർന്ന് ബന്ധുക്കളുടെ വ്യാജ ഒപ്പിട്ട് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുകയും അയാളുടെ വിലയേറിയ അവയവങ്ങൾ ഒരു വിദേശിക്ക് കോടികൾ വാങ്ങി മറിച്ചു വിൽക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ്. ആ കേസിൽ ആരെങ്കിലും അറസ്റ്റിലായോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ല സാർ. ആ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ചീഫ് സർജനെ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തെ തുടർന്ന് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. പോലീസിന് കൃത്യമായ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് കേസ് പിന്നീട് തേച്ചു മായ്ച്ചു കളഞ്ഞു. ആ സസ്പെൻഷൻ ഓർഡർ ഒപ്പിട്ടത് മറ്റാരുമല്ല, അന്ന് ആരോഗ്യ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോൾ നമ്മൾ രക്ഷിച്ച MLA G കൃഷ്ണപിള്ളയാണ്. സിദ്ധാർത്ഥ് കസാരയിൽ ഞെട്ടിയിരുന്നു. അപ്പോൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അന്ന് സസ്പെൻഷനിലായിരുന്ന ആ ഡോക്ടർ ആരാണ് ഹരി? ഡോക്ടർ ആദിത്യവർമ്മ, അന്നത്തെ പ്രശസ്തനായ ട്രാൻസ്പ്ലാന്റ് സർജൻ. ആ സംഭവത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ രംഗത്ത് നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷനായി. ഇപ്പോഴും അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഹരി സ്ക്രീനിലെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ചു തന്നു. സിദ്ധാർത്ഥ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. താടിയുള്ള കണ്ണട വെച്ച ഒരു മധ്യവയസ്കൻ. ഹരി, വിനയ് തമ്പിയും പ്രദീപ് മേനോനും ഈ ഡോക്ടർ ആദിത്യവർമ്മയുടെ കീഴിൽ വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ ഇയാളുടെ പുതിയ ശൃംഖലയിലെ കണ്ണികളോ ആയിരിക്കാം. അന്ന് തനിക്കെതിരെ നടപടിയെടുത്ത കൃഷ്ണപിള്ളയോടുള്ള പ്രതികാരവും ഒപ്പം ഈ വലിയ അവയവക്കടത്ത് ബിസിനസ്സും ഒരേ സമയം കൊണ്ടുപോകാനാണ് ഇയാൾ പ്ലാൻ ചെയ്തത്. ദ ഓർഗനൈസർ എന്ന കോഡ്നാമത്തിൽ ഒളിച്ചിരിക്കുന്നത് ഈ ഡോക്ടർ ആദിത്യവർമ്മ തന്നെയാണ്, സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം കൊച്ചി നഗരത്തിന്റെ അതിർത്തിയിലുള്ള ഒരു പഴയ വിജനമായ ഗോഡൌൺ. കനത്ത മഴയിൽ ആ പ്രദേശമാകെ ഇരുളിൽ മൂടിക്കിടക്കുന്നു. ഗോഡൌണിന്റെ ഉള്ളിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു താൽക്കാലിക മെഡിക്കൽ ലാബ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെളിച്ചത്തിന്റെ നേരിയ കിരണങ്ങൾ മാത്രം കത്തുന്നു. ലാബിലെ കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് മുന്നിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. വിനയ് തമ്പിയുടെയും പ്രദീപ് മേനോന്റെയും അറസ്റ്റ് വാർത്തകൾ TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി വരുന്നത് അയാൾ ശാന്തമായി നോക്കിക്കണ്ടു. അയാളുടെ ചുണ്ടുകളിൽ ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. അയാൾ തൻ്റെ ഫോണെടുത്ത് ഒരു പ്രത്യേക നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ ഫോൺ എടുത്തത് മറ്റാരുമായിരുന്നില്ല, കൊച്ചി ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ വഞ്ചകൻ. സാർ, വിനയും പ്രദീപും പോലീസിന്റെ പിടിയിലായി. അവർ ബാക്കി വിവരങ്ങൾ പറയുമോ എന്ന് പേടിയുണ്ട്. ഫോണിലൂടെ ആ ഉദ്യോഗസ്ഥൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. വിനയും പ്രദീപും വെറും പാവകൾ മാത്രമായിരുന്നു. സിദ്ധാർത്ഥ് അവരെ പിടിച്ചത് നന്നായി. ഇനി എനിക്ക് കിട്ടേണ്ട പണം ആർക്കും വീതിച്ച് നൽകണ്ടല്ലോ. പക്ഷേ സിദ്ധാർത്ഥ് എൻ്റെ 5 വർഷം മുമ്പത്തെ ഫയലുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ അറിയുന്നു. അവനെ ഇനി ജീവനോടെ വയ്ക്കാൻ കഴിയില്ല. ഗോഡൌണിലിരുന്ന നിഗൂഢ വ്യക്തി ഡോക്ടർ ആദിത്യവർമ്മ തൻ്റെ കണ്ണട പതുക്കെ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്ത് വേണം സാർ? ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. സിദ്ധാർത്ഥിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് കൃത്യമായി എനിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഒപ്പം അവന് നൽകാൻ ഒരു പ്രത്യേക സമ്മാനം ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടാർഗറ്റ് വേറെ ഒരാളാണ്. അത് നടക്കുമ്പോൾ സിദ്ധാർത്ഥ് ഈ ലോകത്തുണ്ടാകരുത്. ആദിത്യവർമ്മ ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി 9 മണി. സിദ്ധാർത്ഥ് തൻ്റെ ഓഫീസിലിരുന്ന് ഡോക്ടർ ആദിത്യവർമ്മയുടെ പഴയ മെഡിക്കൽ കോളേജ് റെക്കോർഡ്സുകൾ പരിശോധിക്കുകയായിരുന്നു. കനത്ത തലവേദന കാരണം അവൻ മേശപ്പുറത്തിരുന്ന കാപ്പി കപ്പിലേക്ക് കൈനീട്ടി. പെട്ടെന്ന് അവൻ്റെ ഒഫീഷ്യൽ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു പുതിയ സന്ദേശം വന്നു.
ഈ സന്ദേശം സാധാരണ പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നില്ല. അതൊരു ഡിജിറ്റൽ മാപ്പ് ലൊക്കേഷനായിരുന്നു. അതിന് താഴെ ഒരു വരി കൂടി ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് നീ മരിച്ചെന്ന് കരുതുന്ന സത്യങ്ങൾ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരൂ DYSP. നീ തിരയുന്ന ഓർഗനൈസർ ഇവിടെയുണ്ട്. ഒറ്റയ്ക്ക് വരിക. ലൊക്കേഷൻ കാണിച്ചത് കൊച്ചിയിലെ വൈപ്പിൻ കടൽ തീരത്തിനടുത്തുള്ള കപ്പൽ പൊളിക്കുന്ന ഒരു പഴയ യാർഡ്. സിദ്ധാർത്ഥ് എഴുന്നേറ്റു. ഇതൊരു ചതിയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. വില്ലൻ തന്നെ വകവരുത്താനൊരുക്കുന്ന കെണിയാണിത്. എങ്കിലും ആദിത്യവർമ്മയിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി ഇതാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ തൻ്റെ റിവോൾവർ ലോഡ് ചെയ്ത് അരയിൽ തിരികെ. ഹരിയോട് പോലും പറയാതെ, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ സിദ്ധാർത്ഥ് തൻ്റെ സ്വകാര്യ കാറിൽ വൈപ്പിൻ ലക്ഷ്യമാക്കി പാഞ്ഞു. മഴ വീണ്ടും ശക്തമായി കൊണ്ടേയിരുന്നു. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലായി, ഈ രാത്രി ഒന്നുകിൽ വില്ലൻ്റെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ തൻ്റേത്. വൈപ്പിനിലെ ആ പഴയ കപ്പൽ പൊളിക്കുന്ന യാർഡിലേക്ക് കാറ്റും കനത്ത മഴയും അടിച്ചു കയറിക്കൊണ്ടേയിരുന്നു. കാറ് ദൂരെ പാർക്ക് ചെയ്ത് കയ്യിൽ ടോർച്ചും വലത് കൈയിൽ റിവോൾവറുമായി സിദ്ധാർത്ഥ വിജനമായ പ്രദേശത്തേക്ക് നടന്നു. തുരുമ്പെടുത്ത വലിയ കപ്പൽ ചാലുകളും കരിങ്കൽ ഭിത്തികളും നിറഞ്ഞ ആ സ്ഥലത്ത് വെളിച്ചം ഒട്ടുമില്ലായിരുന്നു. ഫോണിൽ വന്ന ലൊക്കേഷൻ കൃത്യം ഒരു വലിയ ഷെഡിന്റെ മുന്നിലാണ് അവസാനിച്ചത്. സിദ്ധാർത്ഥ് പതുക്കെ ആ ഷെഡിന്റെ തടിവാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് ടോർച്ചടിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അവിടെ കസേരയിൽ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു. വായ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. സിദ്ധാർത്ഥ് ഓടിച്ചെന്ന് ടോർച്ച് വെളിച്ചം അയാളുടെ മുഖത്തേക്ക് തിരിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ഇത്രയും നേരം താൻ അന്വേഷിച്ച ആൽഫ മെഡിടെക് കമ്പനിയുടെ ഉടമ പ്രദീപ് മേനോന്റെ വിശ്വസ്തനായ അസിസ്റ്റന്റ് കുമാറായിരുന്നു. പെട്ടെന്ന് ഷെഡിന്റെ വലിയ ഇരുമ്പ് കതകുകൾ പുറത്തു നിന്നും ആരോ ബലമായി അടച്ചു. മുറിയിലാകെ കനത്ത ഇരുട്ടായി. തൊട്ടടുത്ത നിമിഷം മുകളിൽ സ്ഥാപിച്ചിരുന്ന വൺ വേ സ്പീക്കറിലൂടെ ഒരു കൃത്രിമ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് ഡോക്ടർ ആദിത്യവർമ്മയുടെ ശബ്ദമായിരുന്നു. വെൽക്കം DYSP സിദ്ധാർത്ഥ്. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പിടിച്ച വിനയും പ്രദീപ് മേനോനും എൻ്റെ ഈ വലിയ ബിസിനസ്സിലെ വെറും 2 വിതരണക്കാർ മാത്രമായിരുന്നു. യഥാർത്ഥ കരാർ, ഇന്റർനാഷണൽ ഡീൽ, അത് ഉറപ്പിച്ചത് ഞാനാണ്. അതിന് സഹായിച്ചവരാണ് നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ. ആദിത്യവർമ്മ, ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വന്ന് സംസാരിക്കുക. സിദ്ധാർത്ഥ് ഇരുട്ടിലേക്ക് തോക്കു ചൂണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ പേര് നീ മറന്നേക്കൂ സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ പുതിയൊരു കൂട്ടുകച്ചവടം ആരംഭിച്ചിരിക്കുന്നു. സിംഗപ്പൂരിലെയും യൂറോപ്പിലെയും വൻകിട ആശുപത്രികളിലേക്ക് നേരിട്ടാണ് ഇനി നമ്മുടെ സപ്ലൈ. അതിലേക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ 5 നെഗറ്റീവ് ഹൃദയങ്ങൾ കൂടി എത്തിക്കാമെന്ന് ഞാൻ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അത് തടയാൻ നിനക്കാവില്ല. കാരണം ഈ ഷെഡിൻ്റെ ഉള്ളിൽ നിന്റെ ശ്വാസം ഇപ്പോൾ നിലയ്ക്കാൻ പോവുകയാണ്. ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥിന് വായുവിൽ ഒരു പ്രത്യേക രാസഗന്ധം അനുഭവപ്പെട്ടു. അവൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മുകളിലെ എയർ വെന്റിലേഷനിലൂടെ ഒരു വെളുത്ത പുക അകത്തേക്ക് വരുന്നത് കണ്ടു. ക്ലോറോഫോം, അല്ലെങ്കിൽ മാരകമായി എന്തോ ഒരു വാതകം. സിദ്ധാർത്ഥ്, നിന്റെ ഈ കേസ് ഇവിടെ അവസാനിക്കുന്നു. എന്നെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയ കുമാറിനൊപ്പം നീയും ഈ ഇരുട്ടിൽ ഉറങ്ങുക. സ്പീക്കർ കട്ടായി. വാതകം അതിവേഗം മുറിയിൽ പടരാൻ തുടങ്ങി. കെട്ടിയിട്ടിരുന്ന കുമാർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. സിദ്ധാർത്ഥിന്റെ തല കറങ്ങാൻ തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് പടർന്നു വന്നു. തൻ്റെ വിരലുകളിലെ ശക്തി നഷ്ടപ്പെടുന്നതായി അവന് തോന്നി. ഇല്ല, ഇവിടെ വീണു പോകരുത്. സിദ്ധാർത്ഥ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഷെഡിൻ്റെ മുകളിലെ ചെറിയ ഗ്ലാസ് ജാലകത്തിന് നേരെ റിവോൾവർ ഉയർത്തി 2 തവണ വെടിവെച്ചു. ഗ്ലാസ് തകർന്ന് കനത്ത മഴവെള്ളവും ശുദ്ധവായുവും അകത്തേക്ക് അടിച്ചു കയറി. സിദ്ധാർത്ഥ് ഓടിച്ചെന്ന് കുമാറിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി അവനെയും വലിച്ച് തകർന്ന ജാലകത്തിലൂടെ പുറത്തേക്ക് ചാടി. കനത്ത ചെളിയിലേക്ക് വീഴുമ്പോഴേക്കും സിദ്ധാർത്ഥ് പൂർണ്ണമായും ശ്വാസം വീണ്ടെടുത്തിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണി, ക്രൈംബ്രാഞ്ച് സേഫ് ഹൗസ്. സിദ്ധാർത്ഥ് രക്ഷപ്പെടുത്തിയ കുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. അവൻ ഭയത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. സാർ, ഡോക്ടർ ആദിത്യവർമ്മ ഇപ്പോൾ കൊച്ചിയിലില്ല. അദ്ദേഹം വിദേശത്തുള്ള ഏതോ വലിയ ഓർഗൻ ബാങ്കുമായിട്ടാണ് പുതിയ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ അവയവങ്ങൾ എത്തിക്കണം. അതിനായി കൊച്ചിയിൽ ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഓർഫനേജാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവിടുത്തെ കുട്ടികളുടെ മെഡിക്കൽ ഡാറ്റ അവർ ചോർത്തി കഴിഞ്ഞു. സിദ്ധാർത്ഥിന്റെ ചോര തിളച്ചു. അനാഥരായ കുട്ടികളെയോ? ഏതാണ് ആ ട്രസ്റ്റ് കുമാർ? അത് ആ കരുണ ട്രസ്റ്റാണ് സാർ. അതിൻ്റെ ചീഫ് മറ്റാരുമല്ല. കുമാർ പേര് പറയാൻ മടിച്ചു. പറയടാ. സിദ്ധാർത്ഥ് ടേബിളിലടിച്ചു. IG വിക്രം സാറിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ട്രസ്റ്റാണത് സാർ. വിക്രം സാറാണ് ഡോക്ടർക്ക് ഡിപ്പാർട്ട്മെന്റിലെ വിവരങ്ങൾ മുഴുവനും ചോർത്തി നൽകുന്നത്. സിദ്ധാർത്ഥ് സ്തംഭിച്ചു പോയി. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ IG വിക്രമാണ് വില്ലന്റെ യഥാർത്ഥ പങ്കാളി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആ വഞ്ചകനെതിരെ സിദ്ധാർത്ഥിന് ഇനി കരുക്കൾ നീക്കേണ്ടതുണ്ട്. അന്വേഷണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വഴിമാറുകയായിരുന്നു. IG വിക്രമാണ് ഡോക്ടർ ആദിത്യവർമ്മയുടെ യഥാർത്ഥ പങ്കാളിയെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സിദ്ധാർത്ഥിനെ തളർത്തിക്കളഞ്ഞു. ഒരു IG-ക്കെതിരെ വിശ്വസനീയമായ തെളിവുകളില്ലാതെ നീങ്ങിയാൽ തിരിച്ചടിക്കുന്നത് സ്വന്തം ജീവനായിരിക്കുമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഹരി, ഈ വിവരം കമ്മീഷണർ സാറ് പോലും ഇപ്പോൾ അറിയരുത്. സേഫ് ഹൗസിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ സിദ്ധാർത്ഥ് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിൽ ആരെയൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഇപ്പോൾ ഉറപ്പില്ല. കരുണ ട്രസ്റ്റിലെ ഓർഫനേജിലെ കുട്ടികളുടെ മെഡിക്കൽ ഫയലുകൾ IG വിക്രത്തിന്റെ പേഴ്സണൽ സിസ്റ്റത്തിൽ നിന്നാണോ ആദിത്യവർമ്മയ്ക്ക് പോയതെന്ന് നമുക്ക് കണ്ടെത്തണം.
ഞാൻ ശ്രമിക്കാം സാർ. പക്ഷേ ഐ ജി സാറിൻ്റെ ഔദ്യോഗിക കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യുക എന്നത് അതീവ അപകടം പിടിച്ച കാര്യമാണ്. സൈബർ സെല്ലിലെ മെയിൻ സെർവറിൽ അലാറം അടിക്കും. ഹരി മുന്നറിയിപ്പ് നൽകി. നമുക്ക് റിസ്ക് എടുത്തേ പറ്റൂ ഹരി. അനാഥരായ കുട്ടികളുടെ ജീവനാണ് ഇവിടെ പണയം വച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് തന്റെ ജാക്കറ്റ് എടുത്തു ധരിച്ചു. വൈപ്പിനിലെ ആ വിഷപ്പുക ശ്വസിച്ചതിന്റെ നേരിയ തലവേദന അവൻ ഇപ്പോഴും ഉണ്ടായിരുന്നു. രാത്രി സമയം 10:30. കൊച്ചി നഗരം കനത്ത മഴയിലും ഇരുട്ടിലും മുങ്ങിയിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും തന്റെ സ്വകാര്യ കാറിൽ ഫ്ളാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു സിദ്ധാർത്ഥ്. റോഡിൽ വണ്ടികൾ വളരെ കുറവായിരുന്നു. മഴ കാരണം വൈപ്പറുകൾ പരമാവധി വേഗതയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് വിജനമായൊരു ബൈപ്പാസ് റോഡിലേക്ക് കാറ് തിരിഞ്ഞതും സിദ്ധാർത്ഥ് തന്റെ റിവ്യൂ മിററിലേക്ക് നോക്കി. ഹെഡ്ലൈറ്റുകൾ അണച്ചൊരു കറുത്ത വലിയ കണ്ടെയ്നർ ലോറി തന്റെ കാറിന്റെ തൊട്ടു പിന്നാലെ പിന്തുടരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കാറിന്റെ വേഗത കൂട്ടി. ലോറിയും വേഗത കൂട്ടി കൃത്യമായി കാറിന്റെ തൊട്ടു പിന്നാലെ എത്തി. ചതി, സിദ്ധാർത്ഥ് മനസ്സിൽ കുറിച്ചു. ഐ ജി വിക്രം താൻ കുമാറിനെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞിരിക്കുന്നു. തെളിവുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തന്നെ വകവരുത്താനുള്ള നീക്കമാണിത്. പെട്ടെന്ന് ആ വലിയ ലോറി കാറിന്റെ പുറകിലേക്ക് ശക്തിയായി വന്നിടിച്ചു. സിദ്ധാർത്ഥിന്റെ കാറ് നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്തേക്ക് നീങ്ങി. അവൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് കാർ നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും ലോറി വീണ്ടും വശത്ത് നിന്നും വന്ന് ശക്തിയായി ഇടിച്ച് കാറിന്റെ ഗ്ലാസുകൾ തകർന്ന് ഉള്ളിലേക്ക് തെറിച്ചു വീണു. സിദ്ധാർത്ഥിന്റെ നെറ്റിയിൽ ഒരു ഇരുമ്പ് കഷ്ണം തട്ടി ചോരയൊഴുകാൻ തുടങ്ങി. ലോറി കാറിനെ റോഡിന്റെ അരികിലുള്ള കനത്ത താഴ്ചയിലേക്കുള്ള വലിയ തോടിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ കാറിന്റെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റി. വലതുവശത്തെ ഡോർ ബലമായി ചവിട്ടി തുറന്ന് പുറത്തേക്ക് ചാടി. തൊട്ടടുത്ത സെക്കൻഡിൽ ആ കറുത്ത ലോറി കാറിനെ പൂർണ്ണമായും ഇടിച്ചു തകർത്ത് ആഴമുള്ള തോടിലേക്ക് തള്ളിയിട്ടു. കനത്ത വെള്ളപ്പാച്ചിലിൽ കാർ മുങ്ങിപ്പോയി. ചെളി നിറഞ്ഞ റോഡിലേക്ക് തെറിച്ചു വീണ സിദ്ധാർത്ഥ് വേദനയോടെ തന്റെ റിവോൾവർ കയ്യിലെടുത്തു. ലോറിയിൽ നിന്നും റെയിൻകോട്ട് ധരിച്ച മുഖം മറച്ച 2 ഗുണ്ടകൾ മാരകമായ ആയുധങ്ങളുമായി ഇറങ്ങി വന്നു. സിദ്ധാർത്ഥ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മഴവെള്ളത്തിൽ ചോരയൊലിച്ചിറങ്ങുന്ന കണ്ണുകളോടെ സിദ്ധാർത്ഥ് റോഡിൽ കിടന്നുകൊണ്ട് തന്നെ ആദ്യത്തെ വെടിയുതിർത്തു. മുന്നിൽ വന്നവന്റെ കാലിലാണ് വെടിയുണ്ട പതിച്ചത്. അവൻ നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. രണ്ടാമൻ ഭയന്ന് ലോറിയിലേക്ക് തിരികെ ഓടിക്കയറി. പരിക്കേറ്റവനെയും വലിച്ച് ലോറി അതിവേഗത്തിൽ ഇരുട്ടിലേക്ക് പാഞ്ഞുപോയി. സിദ്ധാർത്ഥ് തളർച്ചയോടെ റോഡരികിലെ ഒരു മരച്ചുവട്ടിലേക്ക് ചാരിയിരുന്നു. അവന്റെ ഫോൺ ദൂരെ ചെളിയിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ വലിഞ്ഞു ചെന്ന് ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞത് ഹരിയുടെ പേരാണ്. സാർ എവിടെയാണ് നിങ്ങൾ? ഐ ജി വിക്രത്തിന്റെ പേഴ്സണൽ മെയിലിൽ നിന്നും ഒരു വലിയ ഫയൽ ഡാർക്ക് വെബിലേക്ക് പോയതായി ഞാൻ കണ്ടെത്തി. അതിൽ ഓർഫനേജിലെ 5 കുട്ടികളുടെ പൂർണ്ണ മെഡിക്കൽ പ്രൊഫൈലുകളുണ്ട്. അവരെ 5 കുട്ടികളെയും നാളെ പുലർച്ചെ അവിടെ നിന്ന് കടത്താൻ പോവുകയാണ് സാർ, ഹരി പരിഭ്രാന്തനായി വിളിച്ചു പറഞ്ഞു. സിദ്ധാർത്ഥ് തന്റെ നെറ്റിയിലെ ചോര തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകളിൽ വന്യമായൊരു ഭാവം തെളിഞ്ഞു. ഹരി, വിക്രം എന്നെ കൊല്ലാൻ ആളയച്ചു. പക്ഷേ ഞാൻ ജീവനോടെയുണ്ട്. നീ ക്രൈംബ്രാഞ്ചിലെ നമ്മുടെ വിശ്വസ്തരായ ആ 4 പേരെ മാത്രം കൂട്ടി ഓർഫനേജിന് അടുത്തേക്ക് വാ. ഈ രാത്രി വിക്രത്തിന്റെയും ആദിത്യവർമ്മയുടെയും കളി നമ്മൾ അവസാനിപ്പിക്കും. മുറിവേറ്റ സിംഹം കൂടുതൽ അപകടകാരിയാണെന്ന് വില്ലന്മാർ അറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നെറ്റിയിലെ ആഴത്തിലുള്ള മുറിവിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോര കനത്ത മഴവെള്ളത്തിൽ കലർന്ന് സിദ്ധാർത്ഥിന്റെ ജാക്കറ്റിലൂടെ താഴേക്ക് ഇറ്റിറ്റു വീണു. വേദന അവനെ കൂടുതൽ ജാഗരൂകനാക്കുകയേ ഉള്ളൂ. വഴിയിൽ കിടന്ന ഒരു അജ്ഞാതന്റെ ബൈക്ക് വാങ്ങി അവൻ നേരെ പാഞ്ഞത് കൊച്ചി നഗരപ്രാന്തത്തിലുള്ള കരുണ ട്രസ്റ്റ് ഓർഫനേജ് ലക്ഷ്യമാക്കിയായിരുന്നു. സിദ്ധാർത്ഥ് എത്തുമ്പോൾ സമയം പുലർച്ചെ 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഓർഫനേജ് കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വിജനമായ കാട്ടുപ്രദേശത്ത് ഹരിയും ക്രൈംബ്രാഞ്ചിലെ വിശ്വസ്തരായ 2 ഓഫീസർമാരും കറുത്ത റെയിൻകോട്ടുകൾ ധരിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, നിങ്ങളുടെ തലയിൽ നിന്ന് ചോര. ഹരി സിദ്ധാർത്ഥിന്റെ അവസ്ഥ കണ്ട് ഞെട്ടി. അതൊന്നും സാരമില്ല ഹരി, ഉള്ളിൽ എന്താണ് അവസ്ഥ? സിദ്ധാർത്ഥ് തന്റെ തോക്ക് ഒന്നുകൂടി തുടച്ച് തുടയിടുക്കിലേക്ക് തിരികി. സാർ, കുട്ടികളെ കടത്താൻ വിക്രം സാറിന്റെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഓർഫനേജിന്റെ ഉള്ളിലെ മെഡിക്കൽ റൂമിൽ ഒരു ചലനമുണ്ട്. അവിടുത്തെ ഇൻ ഹൗസ് അസിസ്റ്റന്റ് ഡോക്ടറായ ഡോക്ടർ നിതിൻ കഴിഞ്ഞ അരമണിക്കൂറായി ആ റൂമിന്റെ ഉള്ളിലാണ്. കുട്ടികളുടെ മെഡിക്കൽ പ്രൊഫൈലുകൾക്ക് ഡാർക്ക് വെബിലേക്ക് അപ്ലോഡ് ചെയ്തത് ഐ ജിയുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ആ ഡേറ്റ ഒറിജിനലായി കണക്ട് ചെയ്ത് നൽകിയത് ഈ ഡോക്ടർ നിതിനാണ്. ഹരി തന്റെ ഫോണിലെ ട്രാക്കിംഗ് വിവരങ്ങൾ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ ഈ വലിയ ശൃംഖലയിലെ പ്രധാന സാക്ഷിയാണ്. അവനെ ജീവനോടെ പിടിച്ചാൽ ഐ ജി വിക്രത്തിന് മുകളിലേക്ക് നമുക്ക് നിയമത്തിന്റെ വിലങ്ങണിയിക്കാം. വാ പോകാം. സിദ്ധാർത്ഥൻ സംഘവും ഓർഫനേജിന്റെ പിൻവാതിൽ വഴി അതിക്രമിച്ച് അകത്ത് കയറി. അനാഥാലയത്തിലെ കുട്ടികളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. അവർ നേരെ മുകളിലത്തെ നിലയിലുള്ള മെഡിക്കൽ ക്ലിനിക്കിന്റെ മുന്നിലെത്തി. മുറിയുടെ വാതിൽ പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. അകത്തൊരു ടേബിൾ ലാമ്പ് മാത്രം കത്തുന്നു. സിദ്ധാർത്ഥ് തോക്ക് ചൂണ്ടി ഒറ്റ ചവിട്ടിന് വാതിൽ പൂർണ്ണമായി തുറന്നു. ഡോക്ടർ നിതിൻ, ഹാൻഡ്സ് അപ്പ്. കസാരയിലിരുന്ന ഡോക്ടർ നിതിൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പക്ഷെ അവന്റെ കൈകൾ മുകളിലേക്ക് ഉയർന്നില്ല. പകരം അവൻ തന്റെ നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചു. അവന്റെ വായ തുറന്നിരുന്നു. കണ്ണുകൾ ഭയത്താൽ പുറത്തേക്ക് തള്ളി വന്നിരുന്നു. സാർ, എന്നെ രക്ഷിക്കൂ, നിതിൻ പതറിയ ശബ്ദത്തിൽ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവൻ ടേബിളിലേക്ക് ബോധരഹിതനായി വീണു. അവന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ സിറിഞ്ച് നിലത്തേക്ക് വീണുരുണ്ടു. സിദ്ധാർത്ഥ് ഓടിച്ചെന്ന് അവന്റെ നാടിമിടിപ്പ് നോക്കി. ഹരി, ആംബുലൻസ് വിളിക്കു വേഗം.
പക്ഷേ വൈകിപ്പോയിരുന്നു. ഡോക്ടർ നിതിൻ്റെ ശരീരം ഒരു തവണ വിറച്ചുകൊണ്ട് പൂർണ്ണമായും നിശ്ചലമായി. അവൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്തേക്ക് നോക്കിയ സിദ്ധാർത്ഥ് പല്ലിറുമി. അവിടെയും ആ പഴയ മാരകമായ നേർത്ത സൂചിപ്പാടുണ്ടായിരുന്നു. സാർ, അവൻ മരിച്ചു. പ്രധാന സാക്ഷി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹരി നിരാശയോടെ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. അവൻ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഡോക്ടർ ആദിത്യവർമ്മയുടെ സെർവറിലേക്ക് ഒരു ഡാറ്റ അയച്ചിട്ടുണ്ട്. ഓർഫനേജിലെ 5 കുട്ടികളുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് ഹെൽത്ത് റിപ്പോർട്ടുകളാണത്. സിദ്ധാർത്ഥ ആ മുറിയിലേക്ക് കണ്ണോടിച്ചു. ജനൽ തുറന്നു കിടക്കുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. വില്ലന്റെ ആ നിഗൂഢ രൂപം തങ്ങൾ വരുന്നതിന് തൊട്ടു മുന്ന് ഈ ജനലിലൂടെയാണ് അകത്ത് കയറി ഡോക്ടറെ നിശബ്ദനാക്കിയത്. പോലീസിനൊരു തെളിവും ബാക്കി വെക്കില്ലെന്ന ആദിത്യവർമ്മയുടെ കടുംപിടുത്തം. സാർ, നമ്മൾ എന്ത് ചെയ്യും? ഐജിക്കെതിരെയുള്ള ഒരേ ഒരു ലൈവ് സാക്ഷിയാണ് ഇപ്പോൾ തീർന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ചോദിച്ചു. സിദ്ധാർത്ഥ് നിലത്ത് കിടന്ന ആ സിറിഞ്ച് തൻ്റെ റൂമാൽ കൊണ്ട് അതീവ ജാഗ്രതയോടെ എടുത്തുയർത്തി. അതിൽ നേർത്ത നീല നിറത്തിലുള്ള ഒരു ദ്രാവകത്തിൻ്റെ അംശം ബാക്കിയുണ്ടായിരുന്നു. സാക്ഷി മരിച്ചിരിക്കാം ഹരി, പക്ഷേ ഈ സിറിഞ്ച് സംസാരിക്കും. സാധാരണ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല ഇത്തവണ അവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കെമിക്കൽ ഘടന ഫോറൻസിക് ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്യണം. കൊച്ചിയിലെ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ലാബിൽ നിന്നാണ് ഈ പ്രത്യേക ഡ്രഗ് വില്ലന് കിട്ടിയതെന്ന് കണ്ടെത്തിയാൽ ആദിത്യവർമ്മയുടെ ഒളിത്താവളം നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീജ്വാലകൾ പടർന്നു. വില്ലൻ ഒരു ചുവട് മുന്നിലാണെങ്കിൽ സിദ്ധാർത്ഥിനി 9 ചുവട് മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ നിതിൻ്റെ ആ ജീവനറ്റ ശരീരം ഓർഫനേജിലെ ആ തണുത്ത തറയിൽ കിടക്കുമ്പോൾ പുറത്തു പെയ്യുന്ന മഴയ്ക്ക് രക്തത്തിൻ്റെ മണമുള്ളതായി സിദ്ധാർത്ഥിന് തോന്നി. IG വിക്രത്തിലേക്ക് നീളേണ്ടിയിരുന്ന ഏറ്റവും ശക്തമായ കണ്ണിയാണ് ആദിത്യവർമ്മയുടെ ആൾക്കാർ ഇല്ലാതാക്കിയത്. പക്ഷേ കൊലയാളി ആ മുറിയിൽ ഉപേക്ഷിച്ചു പോയ ആ ചെറിയ സിറിഞ്ച്, അതായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അടുത്ത ആയുധം. പുലർച്ചെ 4 മണിക്ക് തന്നെ സിദ്ധാർത്ഥ ആ സിറിഞ്ചുകളുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചീഫ് ഫോറൻസിക് സർജൻ ഡോക്ടർ രാധികയുടെ അടുത്തെത്തി. രാത്രിയിലെ അപകടത്തിന്റെ പരിക്കും നെറ്റിയിലെ കെട്ടുമായി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട് രാധിക അത്ഭുതപ്പെട്ടു. സിദ്ധാർത്ഥ്, നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് ഈ മുറിവ് ഡ്രസ്സ് ചെയ്യേ, എന്നിട്ടാവാം ബാക്കി അന്വേഷണം, രാധിക പറഞ്ഞു. എനിക്ക് സമയമില്ല മാഡം. ആ അനാഥാലയത്തിലെ 5 കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ്. ഈ സിറിഞ്ചിൽ അവശേഷിച്ചിരിക്കുന്ന നീല ദ്രാവകം എന്താണെന്ന് എനിക്ക് ഇപ്പോഴേ അറിയണം. വില്ലനെ പിടിക്കാൻ എനിക്ക് തെളിവുകളില്ല, സിദ്ധാർത്ഥ് നിർബന്ധിച്ചു. സിദ്ധാർത്ഥിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ രാധികയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അവരുടൻ തന്നെ ആ കെമിക്കൽ സാമ്പിൾ അത്യാധുനിക ഗ്യാസ് ക്രോമോറ്റോഗ്രാഫി പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് മാറ്റി. 2 മണിക്കൂർ നീണ്ട തീവ്ര കാത്തിരിപ്പിന്റെ ഒടുവിൽ രാധിക നിർണായക റിപ്പോർട്ടുമായി സിദ്ധാർത്ഥിന്റെ മുന്നിലേക്ക് വന്നു. അവരുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു. സിദ്ധാർത്ഥ്, ഈ കെമിക്കൽ വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഇത് സാധാരണ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല. ഇതിന്റെ പേര് വൈക്കുറോണിയം ബ്രോമൈഡ് എന്നാണ്. വളരെ ഉയർന്ന അളവിലാണ് ഇത് ആ ഡോക്ടറുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ് മാഡം? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇത് പേശികളെ പൂർണ്ണമായും തളർത്തുന്ന ഒരു മരുന്നാണ്. സാധാരണമായി വലിയ ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ രോഗിയെ അനസ്തേഷ്യ നൽകി വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് മുമ്പാണ് ഇത് വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഉയർന്ന അളവിൽ ഇത് നേരിട്ട് ശരീരത്തിലെത്തിയാൽ ശ്വാസകോശത്തിലെ പേശികൾ നിമിഷങ്ങൾക്കകം തളർന്നു പോകും. രോഗിക്ക് ശ്വാസമെടുക്കാൻ കഴിയില്ല. ഒരു തുള്ളി ചോര പോലും വരാതെ പുറമേ നോക്കിയാൽ ഹൃദയാഘാതമെന്ന് തോന്നുന്ന രീതിയിൽ മരണം സംഭവിക്കും. ഡോക്ടർ നിതിൻ മരിച്ചതും അങ്ങനെയാണ്. രാധിക റിപ്പോർട്ട് മേശപ്പുറത്തേക്ക് വെച്ചു. പക്ഷേ ഇതിലും നിർണായകമായ മറ്റൊരു വിവരമുണ്ട് സിദ്ധാർത്ഥ്. ഈ മരുന്ന് സാധാരണ ഫാർമസികളിൽ കിട്ടില്ല. കടുത്ത നിയന്ത്രണമുള്ള ഒന്നാണിത്. കേന്ദ്ര സർക്കാരിന്റെ നാർക്കോട്ടിക്സ് ബ്യൂറോയുടെ പ്രത്യേക അനുമതിയുള്ള മെഡിക്കൽ നിർമ്മാണശാലകൾക്ക് മാത്രമേ ഇത് വിതരണം ചെയ്യാൻ അവകാശമുള്ളൂ. ഈ റിപ്പോർട്ടിന്റെ താഴെയുള്ള ബാച്ച് നമ്പർ ശ്രദ്ധിക്കൂ. സിദ്ധാർത്ഥ നമ്പറിലേക്ക് നോക്കി. ബാച്ച് നമ്പർ BEC 2026-99X. ഈ പ്രത്യേക ബാച്ചിലുള്ള മരുന്നുകൾ കഴിഞ്ഞ മാസം കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. രാധിക സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി. കൊച്ചി ഇൻഫോ പാർക്കിന് സമീപമുള്ള ലൂമിന ഫാർമസ്യൂട്ടിക്കൽസ് എന്ന റിസർച്ച് ലബോറട്ടറിയിലേക്ക്. സിദ്ധാർത്ഥ് കസാരയിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ മനസ്സിൽ പൂട്ടിക്കിടന്ന അടുത്ത വാതിൽ തുറക്കപ്പെടുകയാണ്. താങ്ക് യു മാഡം. നിങ്ങൾ തന്നത് വെറുമൊരു സൂചനയല്ല, വില്ലന്റെ ഒളിത്താവളത്തിലേക്കുള്ള കൃത്യമായ വിലാസമാണ്. സിദ്ധാർത്ഥ് സല്യൂട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ ഉടൻ തന്നെ ഹരിയെ ഫോണിൽ വിളിച്ചു. ഹരി, ഫോഴ്സുമായി ഒപ്പം ക്രൈംബ്രാഞ്ചിലെ 2 വണ്ടികളും കൂട്ടി കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ള ലൂമിന ഫാർമസ്യൂട്ടിക്കൽസിന്റെ അടുത്തേക്ക് വാ. ഡോക്ടർ ആദിത്യവർമ്മ തന്റെ അത്യാധുനിക അവയവമാറ്റ ലാബ് ഒരുക്കിയിരിക്കുന്നത് ആ ഫാർമ കമ്പനിയുടെ ഉള്ളിലാണ്. ആ ഓർഫനേജിലെ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതും അവിടെ തന്നെയായിരിക്കും. മഴ അപ്പോഴും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. വില്ലൻ ഒളിച്ചിരിക്കുന്ന അത്യാധുനിക കോട്ടയിലേക്ക് കടക്കാൻ സിദ്ധാർത്ഥ് തന്റെ ടീമിനൊപ്പം പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. വെളുപ്പിനെ പെയ്ത കനത്ത മഴ കൊച്ചി നഗരത്തെ പൂർണ്ണമായും തണുപ്പിച്ചിരുന്നുവെങ്കിലും കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള ലൂമിന ഫാർമസ്യൂട്ടിക്കൽസ് എന്ന റിസർച്ച് സെന്ററിന് മുന്നിൽ അന്തരീക്ഷം വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു. അത്യാധുനിക സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ആ വലിയ കെട്ടിടത്തിന്റെ 100 മീറ്റർ അകലെ സിദ്ധാർത്ഥും ഹരിയും സംഘവും തങ്ങളുടെ സിവിൽ വണ്ടികൾ ഒതുക്കി നിർത്തി. ഹരി, ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്താണ്?
ജീപ്പിന്റെ ഗ്ലാസ്സിലൂടെ കെട്ടിടത്തിലേക്ക് നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു. നെറ്റിയിലെ മുറിവിൽ നിന്നും പടർന്ന വേദന അവൻ പൂർണ്ണമായും അവഗണിച്ചിരുന്നു. സാർ, രേഖകൾ പ്രകാരം ഇതൊരു വിദേശ നിക്ഷേപമുള്ള ഫാർമ റിസർച്ച് ലാബാണ്. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ അതീവ രഹസ്യമായി ചില മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നത് 2 വ്യാജ കമ്പനികളാണ്. ആ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അത് ചെന്നെത്തുന്നത് IG വിക്രത്തിന്റെ കയ്യിലാണ്. ഹരി ടാബ്ലറ്റിലെ വിവരങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ കുമാർ പറഞ്ഞത് കൃത്യമാണ്. ആദിത്യവർമ്മയുടെ അന്താരാഷ്ട്ര അവയവക്കടത്ത് ശൃംഖലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്. ഹരി, ലോക്കൽ പോലീസിനെ ആരെയും വിവരം അറിയിക്കണ്ട. IG വിക്രം അറിയാൻ 5 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ 4 പേർ മാത്രം അകത്ത് കയറുന്നു. ബാക്കി 2 പേർ പിൻവാതിൽ ബ്ലോക്ക് ചെയ്യട്ടെ. കയ്യിൽ വെപ്പൺസ് കരുതുക. സിദ്ധാർത്ഥന്റെ റിവോൾവർ ബെൽറ്റിൽ നിന്നും പുറത്തെടുത്തു. അവർ അതീവ ജാഗ്രതയോടെ കെട്ടിടത്തിന്റെ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കയറി. റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ സിദ്ധാർത്ഥും സംഘവും ശബ്ദമുണ്ടാക്കാതെ കീഴ്പ്പെടുത്തി ഒരു മുറിയിൽ പൂട്ടി. കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്തോറും സാധാരണ ഒരു മരുന്ന് കമ്പനിയുടെ അന്തരീക്ഷമല്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മാകിയ കനത്ത നിശബ്ദതയും നീല വെളിച്ചവും മാത്രമായിരുന്നു. ലിഫ്റ്റ് ഒഴിവാക്കി അവർ പടവുകളിലൂടെ താഴത്തെ നിലയിലുള്ള അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റിലേക്ക് നടന്നു. അവിടെ വലിയൊരു ഇരുമ്പുവാതിലുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ബയോമെട്രിക് ലോക്ക് സിസ്റ്റം ഘടിപ്പിച്ചിരുന്നു. ഹരി, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? സിദ്ധാർത്ഥ് ചോദിച്ചു. 2 മിനിറ്റ് സാർ. ഹരി തന്റെ പോർട്ടബിൾ ഡീകോഡ് ഉപകരണം ആ പാനലിലേക്ക് ഘടിപ്പിച്ചു. വിരലുകൾ അതിവേഗം കീബോർഡിൽ ചലിച്ചു. ചെറിയൊരു ശബ്ദത്തോടെ ഇരുമ്പ് കതക് പതുക്കെ വശങ്ങളിലേക്ക് നീങ്ങി. അകത്തെ കാഴ്ച കണ്ട് സിദ്ധാർത്ഥിന്റെയും ഹരിയുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അതൊരു സാധാരണ ബേസ്മെന്റേ ആയിരുന്നില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വലിയ സർജിക്കൽ തിയേറ്ററും ഓർഗൻ ബാങ്കുമായിരുന്നു അത്. വലിയ ചില്ലുകൂടുകൾക്കുള്ളിൽ മനുഷ്യന്റെ ഹൃദയവും കരളും വൃക്കകളും പ്രത്യേക കെമിക്കൽ ലായനികളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിന്റെ താപനില നിയന്ത്രിക്കുന്ന മെഷീനുകൾ പതുക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. മുറിയുടെ മധ്യത്തിലുള്ള വലിയൊരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഹരിയുടെ കണ്ണുകൾ ഉടക്കി. സാർ, ഇത് നോക്കൂ. ഡാർക്ക് വെബിലെ ഒരു ലേലം ചെയ്യുന്ന സൈറ്റാണിത്. സിദ്ധാർത്ഥ സ്ക്രീനിലേക്ക് നോക്കി. അവിടെ 5 കുട്ടികളുടെ ഫോട്ടോകളും അവരുടെ മെഡിക്കൽ പ്രൊഫൈലുകളും ലൈവായി സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും ചിത്രത്തിന്റെ താഴെ ഡോളറുകളിലുള്ള തുകകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. കരുണ ട്രസ്റ്റ് ഓർഫനേജിലെ ആ നിരപരാധികളായ 5 കുട്ടികളുടെ ജീവനാണ് അവിടെ ലേലത്തിന് വെച്ചിരിക്കുന്നത്. ലേലം അവസാനിക്കാൻ ഇനി കൃത്യം 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. മൃഗങ്ങൾ! സിദ്ധാർത്ഥിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. DYSP സിദ്ധാർത്ഥ്, നിങ്ങൾ ഒടുവിൽ എന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? ആ മുറിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്പീക്കറിലൂടെ ഒരു കനത്ത ശബ്ദം മുഴങ്ങി. ഇത്തവണ അത് വോയിസ് മോഡുലേറ്റർ ചെയ്ത ശബ്ദമായിരുന്നില്ല. കട്ടിക്കണ്ണടയും നീല സർജിക്കൽ ഗൗണും ധരിച്ച ഒരു മധ്യവയസ്കൻ മുറിയുടെ അപ്പുറത്തെ 1 വേ ഗ്ലാസിന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടർ ആദിത്യവർമ്മ, എന്റെ ഈ നരകവേട്ട ഞാനിവിടെ അവസാനിപ്പിക്കും. ഈ ഡാർക്ക് വെബ്സൈറ്റ് ഇപ്പോഴേ ക്ലോസ് ചെയ്യ്. സിദ്ധാർത്ഥ് തോക്ക് ഗ്ലാസിന്റെ നേരെ ചൂണ്ടി. അത് സാധ്യമല്ല സിദ്ധാർത്ഥ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ക്ലയന്റുകളാണ് ഇതിന്റെ പിന്നിൽ. ഈ ലേലം തടയാൻ ആർക്കും കഴിയില്ല. നീ വിചാരിച്ചാൽ എന്നെ തൊടാൻ പോലും പറ്റില്ല. കാരണം എന്റെ കൂടെയുള്ളത് ആരാണെന്ന് നിനക്കറിയാമോ? ആദിത്യവർമ്മ ക്രൂരമായി ചിരിച്ചു. പെട്ടെന്ന് ആദിത്യവർമ്മയുടെ പുറകിലെ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് നടന്നു വന്നു. കട്ടിമീശയും തോളിൽ IG റാങ്കിന്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളുമുള്ള ആ രൂപം കണ്ട് ഹരി ഞെട്ടിപ്പോയി. IG വിക്രം. വിക്രത്തിന്റെ കയ്യിൽ അത്യാധുനികമായ ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉണ്ടായിരുന്നു. അവൻ സിദ്ധാർത്ഥിനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. സിദ്ധാർത്ഥ്, നീ വളരെ മിടുക്കനായ ഓഫീസറാണ്. പക്ഷേ നിന്റെ ഈ അമിത ബുദ്ധി നിന്നെ മരണത്തിലേക്കാണ് എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലിരുന്ന് ഞാൻ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത് നിന്നെപ്പോലെ ഒരു ചെറിയ DYSPക്ക് തകർക്കാൻ വേണ്ടിയല്ല. IG വിക്രം തന്റെ തോക്ക് സിദ്ധാർത്ഥിന്റെ നെറ്റിക്ക് നേരെ ചൂണ്ടി. ലൂമിന ലാബിന്റെ ആ തണുത്ത അന്തരീക്ഷത്തിൽ ഒരേ സമയം 5 കുട്ടികളുടെ ജീവനും സിദ്ധാർത്ഥിന്റെ ജീവനും ഒരേ നൂലിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. ഒരു വശത്ത് കോടികളുടെ അവയവ ലേലം നടക്കുന്ന കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഡിജിറ്റൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് ക്രൂരമായ ഭാവത്തോടെ നിൽക്കുന്ന ഡോക്ടർ ആദിത്യവർമ്മ. സിദ്ധാർത്ഥ്, നിന്റെ കളി ഇവിടെ അവസാനിക്കുന്നു. വിക്രത്തിന്റെ ശബ്ദത്തിൽ അധികാരത്തിന്റെയും അഹങ്കാരമുണ്ടായിരുന്നു. ഈ മുറിക്കുള്ളിൽ വെച്ച് ക്രൈംബ്രാഞ്ച് DYSPയെ കൊള്ളക്കാർ വെടിവെച്ചു കൊന്നു എന്ന് നാളത്തെ പത്രങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് നൽകും. നിന്റെ മരണത്തോടെ ഈ കേസിന്റെ ഫയലുകൾ എന്നേക്കുമായി ക്ലോസ് ചെയ്യപ്പെടും. സിദ്ധാർത്ഥ പതുക്കിയ കൈകൾ മുകളിലേക്ക് ഉയർത്തി. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴലാട്ടം പോലുമില്ലായിരുന്നു. അവൻ 1 വേ ഗ്ലാസിന്റെ പിന്നിൽ നിൽക്കുന്ന ആദിത്യവർമ്മയെയും മുന്നിൽ നിൽക്കുന്ന വിക്രത്തിനെയും മാറി മാറി നോക്കി പതുക്കെ ചിരിച്ചു. IG വിക്രം സാർ, നിങ്ങളൊരു കാര്യം മറന്നുപോയി. തോക്കെടുക്കാൻ അറിയാവുന്ന ഒരേ ഒരു പോലീസ് ഓഫീസർ നിങ്ങളല്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ. സിദ്ധാർത്ഥ് ശാന്തമായി പറഞ്ഞു. നിനക്കിപ്പോൾ സംസാരിക്കാൻ മാത്രമേ കഴിയൂ സിദ്ധാർത്ഥ്. നിന്റെ കയ്യിലുള്ള റിവോൾവർ പതുക്കെ നിലത്തേക്കിട്. വിക്രം തോക്കിന്റെ ട്രിഗറിൽ വിരലമർത്തി. സിദ്ധാർത്ഥ് തന്റെ റിവോൾവർ നിലത്തേക്കിട്ടു. അത് തറയിൽ വീണ് ശബ്ദമുണ്ടാക്കി. പക്ഷെ ആ ശബ്ദം നിലച്ചതും ലൂമിന ലാബിന്റെ പ്രധാന ജനറേറ്റർ റൂമിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു. തൊട്ടടുത്ത നിമിഷം കെട്ടിടത്തിലെ ലൈറ്റുകൾ മുഴുവനും അണഞ്ഞു. ലാബിൽ പൂർണ്ണമായും ഇരുട്ട് പടർന്നു. UPS ബാക്കപ്പിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ മാത്രം നേർത്ത നീല വെളിച്ചം പുറപ്പെടുവിച്ചു. എന്താണിത് ആദിത്യ? എന്താണ് സംഭവിക്കുന്നത്?
ഇരുട്ടിൽ വിക്രം പരിഭ്രാന്തനായി വിളിച്ചു പറഞ്ഞു. അവൻ ഇരുട്ടിലേക്ക് വൈകിയ വേളയിൽ വെടിയുതിർത്തു. പക്ഷെ വെടിയുണ്ടകൾ ഒഴിഞ്ഞ ചുവരിലേക്കാണ് പതിച്ചത്. ആ ഇരുട്ടിൽ സിദ്ധാർത്ഥ് ഒരു നിഴല് പോലെ വശത്തേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഹരി, ഇപ്പോൾ തന്നെ! സിദ്ധാർത്ഥ് ഇരുട്ടിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹരി തന്റെ കയ്യിലുണ്ടായിരുന്ന രഹസ്യ റിമോട്ട് ബട്ടൺ അമർത്തി. അത് ലൂമിന ലാബിന്റെ മെയിൻ സെർവറിലേക്ക് ഒരു പ്രത്യേക വൈറസ് കമാൻഡ് കയറ്റിവിട്ടു. ഡാർക്ക് വെബിൽ ഓർഫനേജിലെ കുട്ടികളുടെ അവയവ ലേലം നടന്നിരുന്ന ആ ലൈവ് സൈറ്റ് നിമിഷങ്ങൾക്കകം ക്രാഷായി. സ്ക്രീനുകളിൽ ചുവന്ന അക്ഷരങ്ങളിൽ തെളിഞ്ഞു വന്നു: സെർവർ ട്രാക്ക്ഡ് ബൈ സൈബർ ക്രൈം ബ്രാഞ്ച്. ഇല്ല, എന്റെ ലേലം, എന്റെ കോടികളുടെ ബിസിനസ്! ഗ്ലാസിന്റെ പിന്നിൽ നിന്നും ആദിത്യവർമ്മ ഭ്രാന്തമായി നിലവിളിച്ചു. ആ സമയത്ത് ലാബിന്റെ എമർജൻസി റെഡ് ലൈറ്റുകൾ കത്താൻ തുടങ്ങി. ആ മങ്ങിയ ചുവപ്പ് വെളിച്ചത്തിൽ സിദ്ധാർത്ഥ് വിക്രത്തിന് നേരെ ചാടി വീണു. വിക്രത്തിന്റെ കയ്യിലിരുന്ന പിസ്റ്റൾ സിദ്ധാർത്ഥ് ഒരൊറ്റ തിരിപ്പിന് തട്ടിപ്പറിച്ചു വാങ്ങി ദൂരേക്കെറിഞ്ഞു. രണ്ടുപേരും തറയിൽ കിടന്ന് ശക്തമായി പോരാടി. വിക്രം തന്റെ തോളിലെ പവറും കരുത്തും ഉപയോഗിച്ച് സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ സിദ്ധാർത്ഥിന്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര വീണ്ടും പൊടിഞ്ഞു. എന്നെ തകർക്കാൻ നിനക്ക് ആവില്ലടാ സിദ്ധാർത്ഥ്, വിക്രം ആക്രോശിച്ചു. സിദ്ധാർത്ഥ് തന്റെ സർവ്വശക്തിയും എടുത്ത് വിക്രത്തിന്റെ മുഖത്തേക്ക് തലകൊണ്ടിടിച്ചു. മൂക്കിൽ നിന്നും ചോരയൊലിപ്പിച്ചുകൊണ്ട് വിക്രം പുറകോട്ട് വീണു. സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ നിലത്ത് കിടന്ന വിലങ്ങെടുത്ത് വിക്രത്തിന്റെ വലത് കൈ ലാബിലെ ഒരു ഇരുമ്പ് പൈപ്പിലേക്ക് ചേർത്ത് ലോക്ക് ചെയ്തു. വിക്രം സാർ, നിങ്ങളുടെ അധികാരം ഇനി ഇരുമ്പ് പൈപ്പിൽ തീരും, സിദ്ധാർത്ഥ് ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം സിദ്ധാർത്ഥ് ആദിത്യവർമ്മ ഇരുന്ന മുറിയിലേക്ക് നോക്കി. പക്ഷെ ആദിത്യവർമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. ഹരി, വിക്രത്തെ നോക്കിക്കോ. ആദിത്യവർമ്മ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവൻ ഓർഗൻ ബോക്സുകളുമായി പുറത്തേക്ക് കടക്കും. ഞാനവനെ പിടിക്കാൻ പോകുന്നു. സിദ്ധാർത്ഥ് തന്റെ റിവോൾവർ നിലത്ത് നിന്നും എടുത്ത് ലാബിന്റെ പിൻഭാഗത്തെ കതക് ലക്ഷ്യമാക്കി ഓടി. കെട്ടിടത്തിന് പുറത്ത് കനത്ത കാറ്റും മഴയും അതിന്റെ പരമാവധി ശക്തിയിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ആദിത്യവർമ്മയെ പിടികൂടാൻ സിദ്ധാർത്ഥ് മരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടന്നു. ലൂമിന ഫാർമസ്യൂട്ടിക്കൽസിന്റെ പിൻവാതിൽ തള്ളി തുറന്ന് സിദ്ധാർത്ഥ് പുറത്തേക്ക് ചാടുമ്പോൾ കനത്ത മഴ അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. കാറ്റുമരങ്ങളെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും കുറ്റാകൂരി ഇരുട്ടായിരുന്നെങ്കിലും ഫാർമ കമ്പനിയുടെ പിൻഭാഗത്തുള്ള വിജനമായ റോഡിലൂടെ ഒരു നിഴൽ രൂപം കയ്യിലൊരു വലിയ കറുത്ത ബാഗുമായി ഓടിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടു. അത് ഡോക്ടർ ആദിത്യവർമ്മയായിരുന്നു. വിക്രം കെണിയിൽപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ലാബിൽ അവശേഷിച്ച ഏറ്റവും വിലപിടിപ്പുള്ള അത്യാപൂർവ അവയവങ്ങളുടെ സാമ്പിളുകളും രേഖകളുമായി അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആദിത്യവർമ്മ, നിൽക്കൂ! സിദ്ധാർത്ഥ് മഴയെ കീറിമുറിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ശബ്ദം കേട്ട ആദിത്യവർമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥ് തനിക്ക് തൊട്ടു പിന്നാലെ ഉണ്ടെന്ന് കണ്ടതും അവൻ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. റോഡിന്റെ അറ്റത്ത് അവൻ നിർത്തിയിരുന്ന ഒരു കറുത്ത XUV കാറിനെ ലക്ഷ്യമാക്കിയാണ് അവൻ ഓടിയത്. സിദ്ധാർത്ഥ് തന്റെ സർവ്വശക്തിയും എടുത്ത് പുറകെ പാഞ്ഞു. ചെളി നിറഞ്ഞ റോഡിലൂടെയുള്ള ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് കാറിന്റെ തൊട്ടരികിലാണ്. കാറിന്റെ ഡോറ് തുറക്കാനാഞ്ഞ ആദിത്യവർമ്മയുടെ തോളിലേക്ക് സിദ്ധാർത്ഥ് ചാടി വീണു. രണ്ടുപേരും കൂടി റോഡിലെ ചെളിയിൽ മറിഞ്ഞു വീണു. എന്നെ വിട് സിദ്ധാർത്ഥ്, നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം, കോടികൾ, എന്നെ പോകാൻ അനുവദിക്കൂ. ചെളിയിൽ കിടന്ന ആദിത്യവർമ്മ നിലവിളിച്ചു. പണമോ? അനാഥരായ ആ പാവം കുട്ടികളെ ജീവൻ വിറ്റ് നീ ഉണ്ടാക്കിയ ചോരപ്പണം എനിക്ക് വേണ്ടടാ. സിദ്ധാർത്ഥ് അവന്റെ കോളറിൽ പിടിച്ച് മുഖത്തേക്ക് ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തു. കണ്ണട ധരിച്ചുപോയ ആദിത്യവർമ്മ കനത്ത വേദനയോടെ നിലത്ത് കിടന്നു. പക്ഷേ അവൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. ചെളിയിൽ കിടന്ന മൂർച്ചയുള്ള ഒരു കല്ലെടുത്ത് അവൻ സിദ്ധാർത്ഥിന്റെ നെറ്റിയിലെ പഴയ മുറിവിലേക്ക് തന്നെ ശക്തമായി അടിച്ചു. സിദ്ധാർത്ഥ് വേദന കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുപോയി. നെറ്റിയിൽ നിന്നും ചോര വീണ്ടും കായലിലേക്ക് ഒഴുകുന്നത് പോലെ ഒലിച്ചിറങ്ങി. ആ സെക്കൻഡിൽ ആദിത്യവർമ്മ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റി എഴുന്നേറ്റ് കാറിന്റെ ഉള്ളിലേക്ക് കയറി. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്ത് സിദ്ധാർത്ഥിന്റെ മേലേക്ക് ഇടിച്ചു കയറ്റാനാണ്. സിദ്ധാർത്ഥ് റോഡിൽ വശത്തേക്ക് ഉരുണ്ടുമാറി. SUV കാർ ടയറുകൾ ചീറിപ്പായിച്ചുകൊണ്ട് കൊച്ചി നഗരത്തിലെ വിജനമായ മഴ റോഡിലൂടെ മുന്നോട്ട് പാഞ്ഞു. സിദ്ധാർത്ഥ് പതറിയില്ല. അവൻ റോഡിൽ കിടന്ന തന്റെ ബൈക്കിലേക്ക് ചാടിക്കയറി. എഞ്ചിൻ ഗർജിച്ചുകൊണ്ട് ബൈക്ക് ആ കറുത്ത കാറിന്റെ പുറകെ പാഞ്ഞു. മഴ കനത്തതുകൊണ്ട് മുന്നിലുള്ള വണ്ടി കൃത്യമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും കാറിന്റെ ചുവന്ന ടെയിൽ ലൈറ്റുകൾ ലക്ഷ്യമാക്കി സിദ്ധാർത്ഥ് ബൈക്കിന്റെ ആക്സിലേറ്റർ പരമാവധി കൂട്ടി. വേഗതയുടെ ആ കളി ചെന്നവസാനിച്ചത് കൊച്ചിയിലെ വലിയൊരു നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ മുകളിലേക്കാണ്. മുന്നോട്ട് വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആദിത്യവർമ്മ കാറ് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തി. ബൈക്ക് നിർത്തി സിദ്ധാർത്ഥ് പതുക്കെ മുന്നോട്ട് നടന്നു. അവന്റെ കയ്യിൽ റിവോൾവർ റെഡിയായിരുന്നു. കാറിൽ നിന്നും ആദിത്യവർമ്മ പുറത്തിറങ്ങി. അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേൽപ്പാലത്തിന്റെ അരികിലുള്ള വലിയ താഴ്ചയിലേക്ക് നോക്കി അവൻ പിന്നീടൊന്ന് സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ്, നീ ജയിച്ചു. IG വിക്രവും ഞാനും വിനയും എല്ലാ നിയമത്തിന്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഡോക്ടർ ആദിത്യവർമ്മ ഒരു പോലീസുകാരൻ്റെയും വിലങ്ങുകൾ വാങ്ങില്ല. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കറുത്ത ബാഗ് പാലത്തിന്റെ മുകളിൽ നിന്നും താഴെയുള്ള ഇരുണ്ട റെയിൽവേ ട്രാക്കിലേക്ക് എറിഞ്ഞു. അന്താരാഷ്ട്ര അവയവക്കടത്തിന്റെ അവസാന ഡിജിറ്റൽ തെളിവുകളും ആ ബാഗോടെ തകർന്ന് തരിപ്പണമായി. വേണ്ട ആദിത്യവർമ്മ, സിദ്ധാർത്ഥ് മുന്നോട്ടാഞ്ഞു. പക്ഷേ അതിന്റെ മുമ്പ് തന്നെ ആദിത്യവർമ്മ മേൽപ്പാലത്തിന്റെ കൈവരികൾക്ക് മുകളിലേക്ക് കയറി താഴെയുള്ള ആഴത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. കനത്ത ഇരുട്ടിലേക്ക് അവൻ അപ്രത്യക്ഷനായി. താഴെ നിന്നൊരു വലിയൊരു ശബ്ദം മാത്രം കേട്ടു. സിദ്ധാർത്ഥ് പാലത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് താഴേക്ക് നോക്കി. കനത്ത മഴയിലും ഇരുട്ടിലും ഒന്നും വ്യക്തമല്ലായിരുന്നു. കേരളത്തെ നടുക്കിയ ആ അന്താരാഷ്ട്ര അവയവക്കടത്ത് മാഫിയയുടെ തലവൻ ഒടുവിൽ തന്റെ അന്ത്യം സ്വയം തീരുമാനിച്ചിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ തന്റെ റിവോൾവർ താഴേക്ക് താഴ്ത്തി.
അവൻ്റെ നെറ്റിയിലെ ചോര പെയ്ത മഴവെള്ളത്തിൽ പൂർണ്ണമായും കഴുകിപ്പോയിരുന്നു. അവൻ്റെ മനസ്സിപ്പോൾ ശാന്തമായിരുന്നു. ആ 5 കുട്ടികളുടെ ജീവൻ സുരക്ഷിതമാണ്. വഞ്ചകനായ IG വിക്രം ഇപ്പോൾ കമ്പിയടിക്കുള്ളിലാണ്. അടുത്ത ദിവസം രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനം. മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകളുമായി നിറഞ്ഞു നിന്നു. കേരള പോലീസിലെ വൻ സ്രാവ് IG വിക്രം അറസ്റ്റ്. അവയവക്കടത്ത് മാഫിയ തലവൻ ഡോക്ടർ ആദിത്യവർമ്മ ആത്മഹത്യ ചെയ്തു. കമ്മീഷണർ വിനയചന്ദ്രൻ സിദ്ധാർത്ഥിന്റെ തോളിൽ തട്ടി. ഗ്രേറ്റ് ജോബ് സിദ്ധാർത്ഥ്, ഈ ഡിപ്പാർട്ട്മെന്റ് നിന്നെയോർത്ത് അഭിമാനിക്കും. സിദ്ധാർത്ഥ് സല്യൂട്ട് ചെയ്തു. അവൻ തന്റെ ഓഫീസിലേക്ക് നടന്നു. മേശപ്പുറത്തിരുന്ന ഫയലുകൾ അവൻ തുറന്നു. കൊച്ചിയിലെ ആ വലിയ കൊലപാതക പരമ്പരകളുടെ ഫയലുകൾ അവൻ ഒപ്പിട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ ഈ കേസ് അവസാനിച്ചിരിക്കുന്നു. നീതി നടപ്പിലായിരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല കഥയിലായിരുന്നു, നല്ല ത്രില്ലിംഗ് അല്ലായിരുന്നു. ഇതുപോലെയുള്ള കഥകൾ ഇനിയും വേണോ? വരും, അടിപൊളി കഥകൾ വരും. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ.